ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. സ്ലൈഡ്സ് ക്ലിയർ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാം, ക്ലിയർ ആണ്, കേൾക്കുകയും ചെയ്യാം അല്ലേ? Yeah. Okay, I understand this is the second class on parenting in a span of 2 months. ഈ 2 മാസത്തിനകം തന്നെ 2 വട്ടം പേരന്റിങ്ങിനെ പറ്റി സംസാരിക്കാം എന്ന് KGMOയെ തീരുമാനിച്ചതിൽ ഞാൻ KGMOയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ആസ് എ സൈക്യാട്രിസ്റ്റ് നമ്മൾ കാണുന്ന ഡോക്ടർ കൊളീഗ്സിൽ പല ആൾക്കാരും when they come to us with different complaints, ചിലപ്പോൾ അതൊരു സ്ലീപ്പ് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കാം, സംടൈംസ് it's a depression or something else. But when we go deeper, we find the roots in parenting. Most of the time ഈ സ്ട്രെസ്സിന്റെ മൂല കാരണം ഫാമിലിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. അപ്പം മാനായും മാരീജനായും ഒക്കെ വരുമെങ്കിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പേരന്റിങ്ങിൽ ഇല്ലേ എന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് കൂടുതൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ റിലവന്റ് ആണ്. അതിന്റെ റിലവൻസ് KGMOയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷവുമുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാമെന്ന് തോന്നുന്നു. സ്ലൈഡ്സ് മൂവ് ചെയ്യാൻ ഓക്കെ. സോ ഈ പേരന്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് 2 കാര്യം അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുണ്ട്. ഒരു കാര്യം, ഇറ്റ്സ് എ യുണീക് തിങ്, ഇറ്റ്സ് എ യുണീക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേരന്റ് ആൻഡ് ദ ചൈൽഡ്. ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ബിറ്റ്വീൻ യു ആൻഡ് യുവർ ചൈൽഡ്. ഓക്കെ, നിങ്ങൾ ഒരാളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത കുട്ടിയോടുള്ള ബന്ധം അഥവാ ആ ഒരു ബിഹേവിയറൽ കണക്ഷൻ അല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇളയ കുട്ടിയോടുള്ളത്. നിങ്ങൾ ഒരാളായിരിക്കെ തന്നെ നിങ്ങൾ 2 കുട്ടികളെയും നിങ്ങൾ 2 തരത്തിൽ കാണുകയും 2 തരത്തിൽ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടി ഒരാളായിരിക്കെ തന്നെ നിങ്ങളുടെ സ്പൗസ്, ദ പാർട്ട്ണർ ഓഫ് പേരന്റിങ്, അദ്ദേഹം മറ്റൊരു തരത്തിലാണ്, ആ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിലാണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ യുണീക് തിങ്. അപ്പോ ഷീ ഓർ ഹി ഈസ് എ ബെറ്റർ പേരന്റ് ദാൻ യു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇറ്റ്സ് എ യുണീക് തിങ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ചൈൽഡ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇറ്റ്സ് എ ഡൈനാമിക് തിങ്. നിങ്ങളുടെ കുട്ടി ഒരു ഇൻഫന്റ് ആയിരുന്നപ്പോ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലല്ലോ വെൻ ദ ചൈൽഡ് ഗ്രോസ് അല്ലെ? സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ, അഡോളസെന്റിലോട്ട് കടക്കുമ്പോൾ, കൊച്ചു വളരുന്ന അനുസരിച്ചിട്ട് ഇറ്റ്സ് എ ചേഞ്ചിങ് തിങ്. സോ parenting is a unique thing that exists between you and your child. വേറൊരാൾക്ക് അതിന്റെ ഫാക്ട്സ് അല്ലെങ്കിൽ അതിന്റെ അസസ്മെന്റ് ക്ലിയർ ആയി പറ്റണമെന്നില്ല നിങ്ങൾ ഒരാൾ പറയുന്നത് പോലെ. രണ്ടാമത്തെ കാര്യം, ഇറ്റ്സ് എ ഡൈനാമിക് തിങ്, ഇറ്റ് ഷുഡ് ബി എ ഡൈനാമിക് തിങ്. പേരന്റിങ്ങിന് 3 കോർ ഫീച്ചേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ ഐ എം പ്ലാനിങ് ടു പ്രസന്റ് ടുഡേസ് ടോപ്പിക് ആസ് ഒരു പ്രാക്ടിക്കൽ ടിപ്സ് ആയിട്ട് പറയണമെന്നാണ് വിചാരിക്കുന്നത്. അത് പറയണമെങ്കിൽ എനിക്കിത് പറയേണ്ടത് കൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടി പറയാൻ ശ്രമിക്കുന്നത്. 3 ഫാക്ടേഴ്സ് ഉണ്ട് പേരന്റിങ്ങിൽ. The first factor is knowing your child, knowing and accepting your child. നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. This is a core thing in getting the emotional connection. നിങ്ങളും നിങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഫോം ചെയ്യുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് getting to know your child. And the second thing is the behavioral control. ഇറ്റ്സ് എ ബിഹേവിയറൽ പാർട്ട്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് നമുക്ക് ഇഷ്ടമുള്ള ബിഹേവിയേഴ്സ് പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബിഹേവിയേഴ്സ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദ സെക്കൻഡ് പാർട്ട്. വി കോൾ ഇറ്റ് ബിഹേവിയറൽ കൺട്രോൾ. ഇതാണ് ദിസ് പാർട്ട് പ്രൊമോട്ട്സ് ദ മെച്യൂർ ബിഹേവിയർ, ദ വാണ്ടഡ് ബിഹേവിയർ ഇൻ യുവർ കിഡ്സ്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. Then the third and the most important, another important part is granting autonomy. നിങ്ങൾ വളരെ ഡിപ്പെൻഡന്റ് ആയിരുന്ന, നിങ്ങളുടെ മടിയിൽ ഇരിക്കാൻ മാത്രം അറിയുന്ന ഒരു കുഞ്ഞി ഹ്യൂമൻ ബേബീനെ നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ട്, സ്വന്തം ഇൻഡിവിജ്വാലിറ്റി ഉള്ള, സ്വന്തം കാഴ്ചപ്പാടുകളുള്ള, സ്വന്തം പേഴ്സണാലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ മാറ്റുന്ന പരിപാടിയാണ് അതാണ് ഗ്രാൻഡിങ് ഓട്ടോണോമി. ഹൗ യു മേക്ക് ഹിം an independent person. So these are the 3 factors. One is knowing your child, second is the behavioral control you exert on your child, and third is creating autonomy in your child. Knowing your child എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടിയെ അറിയാം. ഇറ്റ്സ് നോട്ട് എ പ്ലെയിൻ നോളജ്. നമ്മൾ അതിനെ പല ഘട്ടത്തിൽ നമ്മുടെ കുട്ടിയെ പല ഫാക്ടേഴ്സിൽ, പല സ്ഫിയേഴ്സിൽ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്റലക്ച്വൽ ആയിട്ട് എൻ്റെ കുട്ടിയുടെ ബുദ്ധിപരമായ, ബൗദ്ധികമായ കഴിവുകൾ എന്തൊക്കെയാണ്?
എന്റെ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നമുക്ക് ചില കുട്ടികൾ വളരെ ഇമോഷണൽ ആയിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം വരും. ചില കുട്ടികൾ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. ചില കുട്ടികൾ നിങ്ങൾ ഒരുപാട് കിളേണ്ടി വരും അവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അത്ര എക്സ്പ്രസീവ് ആയിരിക്കില്ല. ചില കുട്ടികൾ വളരെ സോഷ്യൽ ആയിരിക്കും, ചിലർ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലർക്ക് വളരെ അക്കാഡമിക് പ്രിഫറൻസസ് ഉണ്ടായിരിക്കും. എന്റെ കുട്ടിക്ക് ചിലപ്പോൾ ചില അക്കാഡമിക് ചലഞ്ചസ് ഉണ്ടാവാം, ലൈക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഓർ സം അതർ പ്രോബ്ലം വിത്ത് അക്കാഡമിക്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ഒരു 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 ഹോൾ വ്യൂവിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ദ ഇമോഷണൽ കണക്ട് ഫോം ചെയ്യപ്പെടുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞു, പേരന്റിങ് ഇസ് എ ഡൈനമിക് തിങ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നിങ്ങളൊരു കൊച്ചു കുട്ടിയായിട്ട് കയ്യിൽ വാങ്ങിച്ച ആളെ ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ ആക്കി പുറത്തു വിടുന്നത് വരെയുള്ള ഇറ്റ്സ് എ ലോങ് ജേർണി. ആൻഡ് ദിസ് ഈസ് ദ തിങ് which you should not lose throughout that long journey, emotional connect with your child. Then the second factor, the behavioral control. How do you exert the behavioral control on your child? ഇത് മനുഷ്യ കുലം ആരംഭിച്ച കാലം മുതലേ എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നമുക്ക് സാധാരണ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ബിഹേവിയർ വന്നാൽ നമ്മൾ അടിവെച്ചു കൊടുക്കും, അല്ലെ നമ്മൾ വഴക്ക് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ബിഹേവിയർ കൺട്രോൾ ചെയ്യുക. ഇപ്പോഴും വലിയ ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. വടി ടീച്ചർമാർക്ക് തിരിച്ചു കൊടുക്കണോ, പേരൻസിന് തിരിച്ചു കൊടുക്കണോ, രണ്ടടി കൊടുക്കണോ എന്നൊക്കെയുള്ള ഡിബേറ്റ്സ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന കാലമാണ്. പക്ഷേ സയന്റിഫിക് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ബിഹേവിയറൽ കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ആക്ച്വലി ഓൾ ഇമോഷൻസ് ആർ യൂസ്ഫുൾ ഇൻസ്ട്രുമെന്റ്സ് ഇൻ പേരന്റിങ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ മാത്രമാണെന്നാണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ക്യാൻ യൂസ് ഓൺലി ആങ്കർ, യു ക്യാൻ യൂസ് എനി അതർ ഇമോഷൻസ്. നിങ്ങൾക്ക് കുട്ടിയുടെ ഒരു കാര്യത്തിൽ ഒരു അഭിമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ അഭിമാനമായി തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സങ്കടം, ഇപ്പൊ കുട്ടി ഒരു കാര്യം ചെയ്തു, എനിക്കത് വളരെ നിരാശയും സങ്കടവുമാണ് ഉണ്ടാക്കിയത്, അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ ബിഹേവിയറൽ കൺട്രോൾ എക്സേർട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബിഹേവിയറൽ കൺട്രോളിന് യൂഷ്വലി ഉപയോഗിക്കുന്ന വഴികളിലോട്ട് ഞാൻ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നതിനാൽ ഇതിൽ ഞാൻ അധികം സമയം കളയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇറ്റ് ക്യാൻ ബി ത്രൂ റൂൾസ്, പണിഷ്മെന്റ്സ്, യുവർ സൂപ്പർവിഷൻ, യുവർ എക്സ്പെക്ടേഷൻസ്. നിങ്ങൾക്ക് കുട്ടിയുടെ മേലുള്ള പ്രതീക്ഷകൾ തന്നെ അവരുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ റിവാർഡ്സ് ആവാം, ചിലപ്പോൾ അപ്രീസിയേഷൻ ആവാം. ആൻഡ് ഓൾ ദീസ് തിങ്സ് ക്രിയേറ്റ് മെച്യൂർ ബിഹേവിയർ. മൂന്നാമത്തെ കാര്യമാണ് ഗ്രാൻഡിങ് ഓട്ടോണോമി എന്ന് വെച്ചാൽ അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം, അവരാക്കി തീർക്കുന്ന പരിപാടിയായത്. സോ യു ഷുഡ് ഗിവ് ദം ഫ്രീഡം ടു എക്സ്പ്രസ് ദംസെൽവ്സ്. അവരുടെ ഇഷ്ടങ്ങൾ പറയാൻ, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാനും തെറ്റിക്കാനും അതിനുമുള്ള അവസരം കൊടുക്കണം. ഫസ്റ്റ് ടൈം എടുക്കുന്ന തീരുമാനം ആരുടെ ശരിയാവില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആവുമ്പോൾ വി ഹാവ് ഓൺലി 1 or 2 ചിൽഡ്രൻ. നമ്മൾ തന്നെ അവർക്ക് വേണ്ടി ഡിസിഷൻസ് എല്ലാം എടുക്കും അല്ലേ. ഏത് സ്കൂളിൽ ചേരണം, ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഹെയർ സ്റ്റൈൽ നോക്കണം, ഏത് ബാഗ് വാങ്ങണം, എല്ലാം നമ്മൾ തന്നെ എടുക്കുക. നമ്മൾ മിക്കവാറും കാണാറുള്ള ഒരു കാര്യം, കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത്, വെരി ഫസ്റ്റ് സോൾ ഡിസിഷൻ, അവരുടെ എൻറ്റയർലി അവരെടുക്കുന്ന ഒരു ഡിസിഷൻ പറയുന്നത് മേ ബി അവരുടെ സ്പൗസിനെ ചൂസ് ചെയ്യുന്നതൊക്കെയാണ്. പലപ്പോഴും അവരുടെ കരിയർ ചൂസ് ചെയ്യുന്നതൊക്കെ നമ്മളാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിസിഷൻസ് എടുത്ത്, അത് നീന്തൽ പഠിക്കുന്ന പോലെ ഒരു കാര്യമാണ്. യു ഷുഡ് ടേക്ക് ഡിസിഷൻ, യു ഷുഡ് ഗോ റോങ്, യു ഷുഡ് ഫേസ് ദ കോൺസിക്വൻസസ് ആൻഡ് യു ഷുഡ് കറക്റ്റ് യുവർ സെൽഫ്. ഇങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അത് കൂടിയാണ് ഗ്രാൻഡിങ് ഓട്ടോണോമി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരന്റിങ്, അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്, ഞാൻ സമയം എടുക്കാതെ പറഞ്ഞു പോവാം. ഇത് ഈ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേരന്റിങ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആരുടെയും എക്സാക്ട്ലി ഇങ്ങനെയാണ് 100% ഐ എം ആൻ അതോറിറ്റേറ്റീവ് പേരന്റ്, 100% ഐ എം എ പെർമിസീവ് പേരന്റ്, നത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ എല്ലാം പേരന്റിങ്ങിൽ ഇതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് കാണും, കുറച്ച് മറ്റേതിന്റെ ഫാക്ടേഴ്സ് കാണും. മെജോറിറ്റി നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഞാൻ ഇതിലേത് വരും എന്ന് ആലോചിക്കുന്നത് നല്ല കാര്യമാണ്. ഈ അതോറിറ്റേറ്റീവ് പേരന്റിങ്, ഇവർ നല്ല വാം പേരൻസ് ആണ്. ഞാൻ പറഞ്ഞ 3 ഫാക്ടേഴ്സ് വെച്ച് നോക്കിയാൽ ദേ നോ ദെയർ ചൈൽഡ്. അവർക്ക് അവരുടെ കൊച്ചിനെ നന്നായി അറിയാം, കൊച്ചിന്റെ ഇമോഷൻസ് അറിയാം, കൊച്ചിന്റെ കപ്പാസിറ്റീസ് അറിയാം. അങ്ങനെ അറിയുന്നത് കൊണ്ട് കൊച്ചിന്റെ ഇമോഷണൽ നീഡ്സിന് വെരി സെൻസിറ്റീവ് ആണ്. കൊച്ചിനെ നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ ദേ ഹാവ് റിയലിസ്റ്റിക് ഡിമാൻഡ്സ്, റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. അത് എടുക്കാൻ, ആ ഇമോഷൻസ് മീറ്റ് ചെയ്യാനുള്ള, ആ നീഡ്സ് മീറ്റ് ചെയ്യാൻ, ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനുള്ള പ്രഷർ മാത്രമേ ഇവർ എക്സേർട്ട് ചെയ്യാറുള്ളൂ. കൊച്ചിനെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും, കൊച്ചിന്റെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കാൻ അനുവദിക്കും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ്, ഇപ്പൊ പേരന്റും കൊച്ചുമായിട്ടൊരു ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ജോയിന്റ് ഡിസ്കഷനിൽ അത് പരിഹരിക്കാനും സമ്മതിക്കുന്ന പേരൻസ് ആണ് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് അതോറിറ്റേറിയൻ പേരന്റിങ് എന്ന് പറയും. ഇത് നമ്മുടെ സ്ഫടികത്തിലെ ചാക്കോമാഷിന്റെ ജാതി ആൾക്കാരാണ്. അവർ വളരെ കോൾഡാണ്,
അവർക്ക് ബിഹേവിയറൽ കൺട്രോൾ മാത്രമാണ് അറിയാം ബേസിക്കലി. അതായത് കൊച്ചിനെ നന്നാക്കാൻ 2 അടി കൊടുക്കാം, നിയന്ത്രിക്കണം, അതാണ് വഴി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഡിമാൻഡ്സ്, അവരുടെ പ്രതീക്ഷകൾ ഭയങ്കരമാണ്. അതിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ബിഹേവിയറൽ കൺട്രോൾ, ഒരുപാട് ഇമോഷണൽ ലോഡിങ് ഒക്കെ കുട്ടികളുടെ മേൽ, സൈക്കോളജിക്കൽ കൺട്രോൾ ഒക്കെ എക്സേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കുട്ടികളുടെ ഇമോഷൻസിനെ പറ്റി അവർക്ക് വലിയ കൺസേൺ ഇല്ല. തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് അവർ താല്പര്യപ്പെടാറില്ല. ദേ മേക്സ് ഡിസിഷൻസ് ഫോർ ദ ചൈൽഡ്. They rarely listen to the child's point of view also. തേർഡ് ഗ്രൂപ്പ് ഇവർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരന്റ് ഗ്രൂപ്പ്സ് ആണ്. പെർമിസീവ് പേരന്റിങ്. അവർ വളരെ വാം പേരൻസ് ആണ്. ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കും, ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ വെരി ലാക്സ് ഇൻ ബിഹേവിയറൽ കൺട്രോൾ. കൊച്ചിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സമ്മതിക്കും. കൊച്ചിന് ഇഷ്ടമുള്ള ഫ്രീഡം എല്ലാം കൊടുക്കും. കൊച്ചിന്റെ മേൽ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കാം. ഡിസിഷൻസ് ഇഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാം. ഡിസിഷൻ എടുക്കാൻ കൊച്ചിന് പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ അനുവദിക്കുന്ന ആൾക്കാരാണ്. ഇത് സാധാരണ പേരൻസിന് വലിയ ത്രെട്ടാണ്, വലിയ കോമ്പറ്റീഷനാണ് ഇവര്. പെർമിസീവ് പേരന്റിങ്. ഈ ഫോർത്ത് ഗ്രൂപ്പ് നമ്മൾ അൺഇൻവോൾവ് പേരന്റിങ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് പേരന്റിങ് പറയും. ഇവർ ഭയങ്കര അപകടം പിടിച്ചൊരു ഗ്രൂപ്പാണ്. എന്താന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഇൻവോൾവ് ഇൻ പേരന്റിങ്. They are emotionally detached and most often they are withdrawn. പല കാരണങ്ങളുണ്ടാവാം കേട്ടോ. ചിലപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് ആസ് എ പേഴ്സൺ അവര് വേറെ എന്തെങ്കിലും സ്ട്രെസ്സിൽ ഇടപെട്ടിരിക്കുകയായിരിക്കാം. അവർക്ക് പേരന്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒക്യുപേഷണൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പം. പക്ഷെ അവർ പേരന്റിങ്ങിന്റെ കാര്യത്തിൽ ദേ ആർ നോട്ട് ഇൻവോൾവ്. ദേ ഡോണ്ട് കൺസിഡർ കൊച്ചിന്റെ ഇമോഷണൽ നീഡ്സിനോട് അറ്റൻറ്റീവ് അല്ല. ബിഹേവിയറൽ കൺട്രോൾ കൊടുക്കാൻ ശ്രമിക്കാറില്ല. ഡിമാൻഡ്സും ഇല്ല. ദേ ഡോണ്ട് കൊച്ചു ഡിസിഷൻ എടുക്കുന്നുണ്ടോ ഇല്ലേ, ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോതേർഡ് എന്നുള്ളതാണ്. അതാണ് അൺഇൻവോൾവ് പേരന്റിങ് എന്ന് പറയുന്നത്. സോ ഹു ഈസ് ദ ബെസ്റ്റ് പേരന്റ്? As you all know, authoritative parenting is the best parenting. അതാണ് കൊച്ചിന് നല്ല മെച്ചൂരിറ്റിയും ഡിസിഷൻ മേക്കിംഗ് സെൻസും ഒക്കെ ഉണ്ടാക്കുന്നത്, ഡിസിഷൻ ടേക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പേരന്റിങ് സ്റ്റൈൽ. ഇനി പല പേരന്റിങ് സ്റ്റൈലുള്ള കുട്ടികൾക്ക് പല ഔട്ട്കമാണ് ചെറുപ്പകാലത്ത് ഉണ്ടാവുക. ഇനി ഇത്രയും കേട്ടിട്ടും എന്റെ പേരന്റിങ് സ്റ്റൈൽ ഏതാണെന്ന് പിടികിട്ടാത്ത ആൾക്കാർ നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്വഭാവം ഒന്ന് ആലോചിച്ചാൽ, കുട്ടിയുടെ സ്വഭാവത്തിൽ മേജറായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് പേരന്റിങ്ങിൽ കറക്റ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാം. അതോറിറ്റേറ്റീവ് പേരന്റിങ് പൂർണ്ണമായി നടത്തുന്ന കുട്ടികൾ യൂഷ്വലി നല്ല സെൽഫ് എസ്റ്റീം ഉള്ളവരാണ്. കാരണം അവരുടെ ഇമോഷണൽ നീഡ്സ് എല്ലാം പേരന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് നല്ല സെൽഫ് അവയർനെസ് ഉണ്ട്. അവർക്ക് അവരുടെ കപ്പാസിറ്റീസിനെ പറ്റി ബോധ്യമുണ്ട്. ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ അവർക്ക് അറിയാം. സോ ദേ ഹാവ് ഗുഡ് സെൽഫ് എസ്റ്റീം. അവർക്ക് ആവശ്യത്തിന് ബിഹേവിയർ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. സോ ദേ ആർ യൂഷ്വലി ഗുഡ് ഇൻ അക്കാഡമിക് അച്ചീവ്മെന്റ്. ദേ ഹാവ് സോഷ്യൽ ആൻഡ് മോറൽ മെച്യൂരിറ്റി. അതോറിറ്റേറിയൻ പേരന്റിംഗ് ഉള്ള ആൾക്കാർ അവര് വലിയ ഡിമാൻഡ്സ് മീറ്റ് ചെയ്ത് വന്ന ആൾക്കാർ. അതുകൊണ്ട് അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ഏറെക്കുറെ ഓക്കെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവർക്ക് ഇമോഷണലി അവർ കുറച്ച് ഡിസ്ട്രെസ്സിലുള്ള കുട്ടികളാണ്. അവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട്. പെർമിസീവ് പേരന്റിംഗ് ഉള്ള ആൾക്കാർ ആ പേരന്റിംഗ് വരുന്ന കുട്ടികൾ വലുതായ കുറച്ച് പ്രയാസമാണ് നമുക്ക്. അവർ വളരെ ഇമ്പൾസീവ് ആയിരിക്കും, ഡിസൊബീഡിയന്റ് ആണ്. കാരണം അവരുടെ മേൽ ബിഹേവിയർ കൺട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അനുസരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണെന്ന് അവർ കരുതുന്നില്ല. അവര് ഡിമാൻഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഒരു ടാസ്ക് പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻവോൾവ്മെന്റ് ഒന്നും അവർ വലിയ കാര്യം കരുതലില്ല. അവരങ്ങനെ ചെയ്യാറുമില്ല. അക്കാഡമിക് പെർഫോമൻസും കുറവായിരിക്കും. ചിലപ്പോൾ ഒക്കെ ഇവർ ആന്റി സോഷ്യൽ ആവുന്നതും കാണാറുണ്ട്. അൺഇൻവോൾവ് പേരന്റിങ് കിട്ടിയിട്ടുള്ള കുട്ടികളിൽ ഗൗരവമായ പെരുമാറ്റ പ്രശ്നങ്ങൾ നമ്മൾ അഡോളസൻസിലും അഡൾട്ട്ഹുഡിലും ഒക്കെ കാണാറുണ്ട്. അവർക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യുന്നതിൽ, സോഷ്യൽ സ്കിൽസ് മാനേജ് ചെയ്യുന്നതിൽ ഒക്കെ വലിയ പ്രശ്നം കാണാറുണ്ട്. ചിലപ്പോൾ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറോ ഡിപ്രഷൻ, ആങ്കർ, അങ്ങനത്തെ സബ്സ്റ്റൻസ് യൂസ് ഇതൊക്കെ കാണാറുണ്ട്. സോ ദിസ് ഈസ് ഇൻ കോമൺ അബൌട്ട് പേരന്റിങ്. ഇനി നമുക്ക് ടോപ്പിക് പ്രോപ്പറിലോട്ട് വരാം. എഫക്റ്റീവ് പേരന്റിങ്ങിന് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുക. സോ ഞാൻ ആദ്യം മുതലേ പറയുന്നു, നോ യുവർ ചൈൽഡ് വെൽ എന്നല്ലേ. നിങ്ങൾ കുട്ടിയെ പലതരത്തിൽ മനസ്സിലാക്കണം. ഹൗ ടു നോ യുവർ, എങ്ങനെയാണ് കുട്ടിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക? വാട്ട് ഈസ് ദ ഈസി വേ ടു നോ യുവർ ചൈൽഡ്? ദർ ഇസ് ഓൺലി വൺ വേ, ദാറ്റ് ഈസ് സ്പെൻഡ് ടൈം ടുഗെദർ. വേറെ എളുപ്പമൊന്നുമില്ല. കുട്ടിയുടെ കൂടെ സമയം ചെലവാക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ആസ് ഡോക്ടേഴ്സ് വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു, നമ്മുടെ സമയം ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കുട്ടിക്ക് വേണ്ടി കുറച്ച് സമയം വെക്കേഷൻ ആകുമ്പോൾ എനിക്ക് നന്നായി അറിയാം, പല കോച്ചിങ് ക്ലാസ്സിൽ അതിനൊക്കെ വിടേണ്ടി വരും. ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ വി ടേക്ക് ടൈം ഫ്രം അവർ പേഴ്സണൽ ടൈം. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള, നമുക്ക് വേണ്ടി എന്തെങ്കിലും സമയം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം എടുത്തിട്ടാവും നമുക്ക് കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരിക. പക്ഷെ അതൊരിക്കലും ഒരു നഷ്ടമല്ല. കാരണം പേരന്റിങ്ങിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഈസ് ഗോയിങ് ടു ബി അൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ പീസ്ഫുൾ ഫ്യൂച്ചർ. സോ കുട്ടികളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഒരു കാര്യം പറയാനുള്ളത്, ഇറ്റ് ഷുഡ് ബി ക്വാളിറ്റി ടൈം.
ആക്ച്വലി ഇത് ക്വാണ്ടിറ്റി ഡസൻ മാറ്റർ മച്ച്. നിങ്ങൾ എത്ര സമയം ഇരിക്കുന്നു എന്നുള്ളതിന് അതിനേക്കാൾ പ്രധാനം നിങ്ങൾ എങ്ങനെ ആ സമയം എത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് നിങ്ങൾ ആ സമയം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കുട്ടികളുടെ കൂടെ സമയം ചെലവാക്കുന്ന ആൾക്കാരാണ്. എന്നാലും കുറച്ച് ഈസി ടിപ്സ് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമയം ഒരു സമയം ഇയർമാർക്ക് ചെയ്ത് നിങ്ങൾ അങ്ങ് എടുത്താൽ കൊള്ളാം. ക്വാളിറ്റി ടൈം, ഒരു ഫാമിലി ടൈം എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഇയർമാർക്ക് ചെയ്തെടുത്താൽ നന്നാവും എല്ലാ വീട്ടിലും. ആ സമയം രണ്ട് കൂട്ടർക്കും കംഫർട്ടബിൾ ആയിരിക്കണം. ഷുഡ് ബി കംഫർട്ടബിൾ ഫോർ യു ആൻഡ് യുവർ കിഡ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഓഫീസ് കഴിഞ്ഞു വന്നു, വി ആർ ബാക്ക് ഹോം. ആ സമയത്ത് ഐ എം യൂസ്ഫുൾ ഫോർ നത്തിങ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല. സോ അപ്പൊ ആവാം ഒരു ക്വാളിറ്റി ടൈം. ഇല്ല, ആ സമയമായിരിക്കും കുട്ടി ചിലപ്പോൾ മറ്റൊരാളുടെ കൂടെ ബാക്കി കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുന്നതോ അവർക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് കുറച്ചുകൂടി കഴിഞ്ഞുള്ള സമയം. അപ്പോൾ രണ്ട് കൂട്ടർക്കും മ്യൂച്വലി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയം ചൂസ് ചെയ്യണം. അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്യണം. സ്റ്റഡി റൂം അല്ലെങ്കിൽ കിച്ചൺ അതൊക്കെ സാധാരണ കുട്ടികൾക്ക് അത്ര താല്പര്യമുള്ള സ്ഥലമാവാൻ വഴിയില്ല. വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഫാമിലിക്ക് ഒരുമിച്ചിരിക്കാൻ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇയർമാർക്ക് ചെയ്ത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് കുട്ടികളെ കേൾക്കുന്നതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. യു ഷുഡ് ഹാവ് സം ലിസണിങ് സ്കിൽസ്. നമ്മളെല്ലാവരും കുട്ടികളെ കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ? പക്ഷെ നമ്മൾ സാധാരണ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് പറഞ്ഞു പോകാമെന്ന് വരുത്തുന്നു. ഒന്ന്, കുട്ടികളെ കേൾക്കാനിരിക്കുമ്പോൾ ഗാഡ്ജറ്റ്സ് എടുക്കരുത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ പോലും TV വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കൊച്ചു പറയുന്നത് നിങ്ങൾ നന്നായി റിഫ്ലക്ട് ചെയ്ത് കേൾക്കണം എന്നുള്ളതാണ്. നമുക്ക് ഡോക്ടർമാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെൻ ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ഇറ്റ് സെൽഫ് വി ഗെറ്റ് ദ തിങ് റൈറ്റ്. നമുക്ക് അവർ പറയാൻ തുടങ്ങുമ്പോൾ അറിയാം ഇവൻ എന്നതാ പറയാൻ പോകുന്നതെന്ന്. സോ നമ്മൾ ഇന്റർഫിയർ ചെയ്യും മിക്കവാറും. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് നന്നായി അറിയുന്ന കാര്യമാണ് കുട്ടി പറയുന്നതെങ്കിലും ക്ഷമയോടുകൂടി മുഴുവൻ കേൾക്കണം. നിങ്ങൾ കേൾക്കുന്നു എന്ന് നിങ്ങളുടെ മുഖം റിഫ്ലക്ട് ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് ഇമോഷൻസ് ഒക്കെ ഇട്ട് അത് വളരെ സന്തോഷമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ആ ചിരി നമ്മുടെ മുഖത്തും ഉണ്ടാവണം. വളരെ കൗതുകമുള്ള സസ്പെൻസ് ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ സസ്പെൻസ് ഷുഡ് ബി ദെയർ ഓൺ യുവർ ഫേസ് ഓൾസോ. അങ്ങനെ അത് പറയാൻ ശ്രദ്ധിക്കണം. അവരുടെ ഇമോഷൻ ഷെയർ ചെയ്യണം. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. വേണമെങ്കിൽ ഒന്ന് മടിയിൽ ഇരുത്തുകയോ പുറത്ത് തട്ടുകയോ മടിയിൽ കിടത്തുകയോ ഒക്കെ ആവാം. റിഫ്ലക്ട് ചെയ്യണം. പറയുന്ന കാര്യം, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം ഒന്നോടെ തിരിച്ചു പറയണം. അമ്മ ആ പൂച്ചയുണ്ടല്ലോ നല്ല ദേഷ്യത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ പൂച്ചയ്ക്ക് ആകെ ദേഷ്യം വന്നു. ശരി, പൂച്ചയ്ക്ക് ദേഷ്യം വന്നോ എന്ന് തിരിച്ചു ചോദിക്കാം. ദാറ്റ്സ് എ റിഫ്ലക്ഷൻ. കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. കൊച്ചെന്തെങ്കിലും വളരെ ഫണ്ണി ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇമിറ്റേറ്റ് ചെയ്യുന്ന കൊച്ചുകുട്ടികളെയൊക്കെ നമ്മളുമായിട്ട് പെട്ടെന്ന് ആ ഒരു ലിസണിങ് കുറച്ചുകൂടി ഈസി ആക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. വളരെ അഫെക്ഷനേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടേതായ കുറച്ച് ശരി തെറ്റൊക്കെ ഉണ്ട് അല്ലെ? ചില കാര്യങ്ങൾ വളരെ തെറ്റാണ് എന്ന് നമ്മൾ വിചാരിക്കലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആരും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പ്, ഒരു ഹാവിങ് എ റിലേഷൻഷിപ്പ് ടീനേജ് ഈസ് റോങ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് എന്ന് വിചാരിക്കുന്ന പേരൻസ് ആരെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു പേരന്റിന്റെ അടുത്ത് ഒരു കുട്ടി ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നാൽ, റിലേഷൻഷിപ്പ് ഈസ് എ നാച്ചുറൽ തിങ്. ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ലൈക്ക് പ്യൂബർട്ടി റൈറ്റ്. നിങ്ങളുടെ കുട്ടി വലുതാവുന്ന പോലെ ആ കുട്ടിക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത് പോലെ, മുടി നീളുന്നത് പോലെ, പൊക്കം വെക്കുന്നത് പോലെ അത്രമേൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടിക്ക് ഒരു ക്രഷ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ദാറ്റ്സ് വെരി മച്ച് ഫിസിയോളജിക്കൽ. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇക്കാര്യത്തെ പറ്റി വളരെ സ്ട്രിക്റ്റ് ആയി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സ്വന്തം കുട്ടിയുടെ എന്ന് പോട്ടെ, ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടിന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ബുള്ളിങ് ഉണ്ടായി അതിന്റെ സെക്കൻഡറി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഉണ്ടായി, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ കുട്ടി നിങ്ങളോട് പറയും. കുട്ടി അതിൽ ഭയക്കും. അതുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പലരും ശരിയും കുറ്റം എല്ലാം പറയാനുണ്ടാവും. പക്ഷെ ലിസണിങ് പാർട്ടിൽ നിങ്ങൾ നോൺ ജഡ്ജ്മെന്റലായി ഓപ്പൺ മൈൻഡഡ് ആയി കേൾക്കാൻ ശ്രദ്ധിക്കണം. Another thing is understanding their language. They speak a different language, right? അത് ആദ്യത്തെ ക്ലാസ്സിലും കുറച്ച് കവർ ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പറയുന്ന ഒരു ഭാഷയല്ല കുട്ടികൾ പറയുന്നത്. അവർക്ക് ചില പ്രത്യേക വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോ സിഗ്മ, കുക്കി, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളല്ല അത്. അതിന് അവരുടേതായ ഒരു മീനിങ്ങും ഉണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെ നിന്നാണ് ഈ കുട്ടികളുടെ ലാംഗ്വേജ് പഠിക്കുക? എവിടെ നിന്നാണ് നമ്മൾ ഈ കുട്ടികളുടെ ലാംഗ്വേജ് പഠിക്കുക എന്ന് ചിലപ്പോൾ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ കൾട്ട് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഓരോ കുട്ടിക്കൂട്ടത്തിനും ഓരോ കുഞ്ഞു ഗ്രൂപ്പിനും ദേ ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ് സ്റ്റൈൽസ്. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കൂട്ടത്തിനെ നല്ല പരിചയത്തിൽ വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അവർ പറയുന്ന ഭാഷ കേട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇമോജീസിന് വേറെ അർത്ഥമുണ്ട്, ഓരോ വാക്കിനും വേറെ അർത്ഥമുണ്ട്. ആ വാക്ക് പ്രയോഗിക്കുന്ന സമയങ്ങൾക്ക് പോലും അത് പോലും അതിന്റെ ലാംഗ്വേജ് മാറ്റുന്നുണ്ട്. സോ ടു നോ ദെയർ ലാംഗ്വേജ് യു ഹാവ് ടു ബി വൺ ഓഫ് ദം. അവരുടെ കൂട്ടത്തിൽ കൂടി കേട്ട് മനസ്സിലാക്കുക തന്നെയുള്ളതാണ് അത് ചെയ്യേണ്ട കാര്യം.
പിന്നെ ഒരുമിച്ച് കളിക്കുന്നത്, ഒരുമിച്ച് വായിക്കുന്നത്, ഒരുമിച്ചൊരു TV ഷോ കാണുന്നത്. അത് നമ്മൾ കാണുന്ന ഷോ കുട്ടിയെ കാണിക്കലല്ല, മിക്കവാറും കുട്ടി കാണുന്ന ഷോയിൽ നമ്മൾ കൂടെ കൂടുതലാണ് വേണ്ടത്. ഈവൻ ഒരു ഈവനിങ് വാക്ക്, ഒരു എക്സസൈസിന് കൂടെ കൂട്ടുന്നതൊക്കെ ഒരു ക്വാളിറ്റി ടൈമായിട്ട് നമുക്ക് കൂട്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, യു ഷുഡ് നോ യുവർ കിഡ്സ് ഫ്രണ്ട്സ്. കുട്ടികളുടെ കൂട്ടുകാരെ അറിയണം, നിർബന്ധമായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവണം. എസ്പെഷ്യലി അഡോളസെന്റ് ഹൈസ്കൂൾ ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടുകാരെ നമുക്ക് ഉറപ്പായിട്ടും അറിയണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് പരിചയപ്പെടുക? ഒരു ഈവനിങ് കുട്ടിയെ പിക്ക് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഇടിച്ചു കയറുകയോ ചുമ്മാ അവിടേക്ക് ഒന്ന് വട്ടം കറങ്ങി നിന്നാൽ യു വിൽ ഗെറ്റ് ടു നോ ദെയർ ഫ്രണ്ട്സ്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. കാരണം പിന്നീട് നമുക്ക് പല ബിഹേവിയറൽ കൺട്രോളും എക്സേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്റെ കുട്ടിക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ് എന്നറിയാതെ എങ്ങനെയാണ് ഞാൻ അവരെ ഗൈഡ് ചെയ്യുക? അപ്പൊ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അവർ കാണുന്ന TV ഷോസ് ഏതാണ്, അവർ കാണുന്ന ഫിലിംസ് ഏതാണ്, അവരെ വോർഷിപ്പ് ചെയ്യുന്ന, അവർക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസ് ആരാണ് എന്നൊക്കെ അറിയുന്നത് വളരെ കൗതുകവും നിങ്ങളെ അവരുമായിട്ട് വളരെ അടുപ്പിക്കുന്നതുമായ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നും, എങ്ങനെയാണ് ഇയാളോടൊക്കെ കുട്ടികൾക്ക് ഒരു ആരാധന തോന്നുക. നേരിട്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിനക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് ഇവരെ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കാം. അവരെ ആകർഷിക്കുന്ന പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണത് എന്നുള്ളതാണ്. കാരണം എന്താണ് വലുതായി, എന്താണ് മൂല്യമുള്ളതായി ഈ കുട്ടികൾ കരുതുന്നത് എന്ന് ഇങ്ങനെ പല ക്ലൂസിൽ കൂടിയാണ് നമുക്ക് പിടികിട്ടുക എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഐ എം നോട്ട് ടു ഫാസ്റ്റ്. ഓക്കെ, സോ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അടുത്ത ഒരു കാര്യം, ഈ ക്വാളിറ്റി ടൈം നമ്മൾ അതാ പറഞ്ഞു വന്നത്, ഇതിനൊരു ഡ്യൂറേഷൻ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു 1 hour എങ്കിലും നിങ്ങൾ കുട്ടികളുടെ കൂടെ ചിലവാക്കണം. ഇത് കുട്ടികളുടെയും നിങ്ങളുടെയും ബന്ധം സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, കുട്ടികളോട് സംസാരിക്കണം, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. ചെയ്യാനേ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ക്രിറ്റിസിസംസ് ആണ്. നമുക്ക് കുട്ടികളെ കൈ കിട്ടിയ എല്ലാ ഫാമിലിയിലും യൂഷ്വലി നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്താണ്? സംതിങ് റിലേറ്റഡ് ടു അക്കാഡമിക്സ്, സംതിങ് റിലേറ്റഡ് ടു സ്കൂൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വായിൽ വന്നു പോകും അല്ലെ. ഈ ക്വാളിറ്റി ടൈം എന്ന് നിങ്ങൾ ഇയർമാർക്ക് ചെയ്ത് വെക്കുന്ന ഫാമിലി ടൈമിൽ യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നിങ്ങൾ കുറ്റം പറയാനുള്ള സമയമോ ക്രിറ്റിസിസത്തിനുള്ള സമയമോ നന്നാക്കാനുള്ള സമയമോ ഉപദേശത്തിനുള്ള സമയമായിട്ട് ആ സമയം ഉപയോഗിക്കരുത്. ആ സമയം വെറുതെ, ഇറ്റ്സ് എ ടൈം ഫോർ എൻജോയിങ് യുവർ ഫാമിലി. നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാൻ, അവരുടെ കൂടെ എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം മാത്രമായിട്ടാണ്. തമാശകൾ പറയാം, അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ലൈക്ക് ഇപ്പൊ ഡോക്ടേഴ്സ് ആവുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ OP-യിൽ അന്ന് ഒരാൾ ക്യൂ തെറ്റിച്ച് കയറി വന്ന് വഴക്കുണ്ടാക്കി എന്ന് വിചാരിക്കാം. ആ സംഭവം നിങ്ങൾക്ക് കുട്ടിയോട് പറയാം. അത് പറയുമ്പോൾ അതൊരു ഉപദേശത്തിന്റെ ഛായ ഒന്നും വേണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായി, അയാൾ ഇടയ്ക്ക് കയറി വന്നിട്ട് അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്ന് പറയാം. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും. നിങ്ങൾ ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികൾ ചിന്തിക്കുന്ന രീതി മനസ്സിലാക്കുമ്പോൾ പലപ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും. അമ്മ എന്താ തിരിച്ചൊരു അടി കൊടുക്കാത്തെ എന്ന് ചിലപ്പോൾ ചോദിക്കും. അമ്മ എന്താ പോലീസിനെ വിളിക്കാത്തെ എന്ന് വേണേൽ ചോദിക്കാം. അയാളെ ചികിത്സിക്കാതെ ഇറക്കി വിടായിരുന്നില്ലേ എന്ന് ചോദിക്കാം. നോക്കൂ, ഈയിടെ 2 സ്കൂൾ കുട്ടികൾ തമ്മിൽ ഒരു 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 ഫൈറ്റ് ഉണ്ടായി. അതിലൊരുത്തനെ മൂക്ക് ഇടിച്ചു പൊട്ടിച്ചു. അപ്പൊ അവനെ നമ്മൾ കൗൺസിലിങ്ങിന് കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഉത്തരവും പറയുന്നത്, ദേഷ്യപ്പെട്ടാ പിന്നെ മൂക്കിനിട്ട് ഇടിക്കണ്ടേ? ഞാൻ വെച്ചാൽ ദേഷ്യപ്പെട്ടാ മൂക്കിനിട്ട് ഇടിക്കണോ? ഇടിക്കണം, അങ്ങനെയല്ലേ എല്ലാവരും തീർക്കുന്നത് എന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. അങ്ങനെയും വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോ ഈ ഒരു അവസരത്തിൽ നമ്മൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് നമുക്ക് കുട്ടികളോട് പറയാം. അതിൽ നിന്ന് പല മെസ്സേജസ് ആക്ച്വലി ഈ കോൺവെർസേഷൻ, നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കാതെ തന്നെ ഈ ഒരു ഒറ്റ കോൺവെർസേഷൻ നിങ്ങളുടെ അന്നത്തെ ദിവസം പറയുന്നതിൽ തന്നെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ക്യൂ തെറ്റിച്ച് കയറി വരുന്ന ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ ഒരു സ്മാർട്ട് ഗൈ അല്ല, അയാൾ ഒരു റൂൾ വയലേറ്റ് ചെയ്യുന്ന ആളാണ് എന്നൊരു ഇംപ്രഷൻ കൊടുക്കാം. അങ്ങനെ വരുന്ന ആളോട് ഫൈറ്റ് ചെയ്യലല്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കൽ, നിയമപരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യലാണ് അതിന്റെ വഴി എന്ന് പറയാം. ഇത്തരം പെരുമാറ്റങ്ങൾ ഡെയിലി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു പൂമത്തെ ഒന്നും അല്ല എന്ന് പറഞ്ഞു കൊടുക്കാം. എന്ന് വാക്കാൽ പറയണമെന്നില്ല. ഇത്തരത്തിൽ പല മെസ്സേജുകളിൽ കൂടി കുട്ടികൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അവരുടെ ദിവസത്തെ പല കാര്യങ്ങൾ, അവർ ടീച്ചർ അവരെ ഒന്ന് ഉപദേശിച്ചത്, അവർ കേട്ട, അവരതിനെ എടുത്ത അത് എത്ര സ്ട്രേഞ്ച് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം. കൂട്ടുകാർ തമ്മിലുള്ള സംസാരങ്ങളിൽ നിന്ന് വഴിതെറ്റുന്ന വഴികൾ നമുക്ക് നേരത്തെ പിടിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ഈ സമയത്തെ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് പിടികിട്ടും എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചത് നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷനുള്ള സമയമായിട്ട് എടുക്കുകയോ കൂലങ്കഷമായി ഓരോ വാക്കുകൾ വറുത്ത് മുറിച്ചെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഓൺഗോയിങ് കോൺവെർസേഷൻ ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ ശീലിച്ചാൽ മാത്രം മതിയാവും. ഈ സമയത്ത് ഇഷ്ടം പോലെ അഭിനന്ദിക്കും കുട്ടീനെ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഡോക്ടർ കുറ്റം പറയരുത് എന്ന് ഞാനിപ്പോ പറഞ്ഞു എന്നതിന്റെ അർത്ഥം നല്ലത് പറയരുത് എന്നല്ല, നല്ലത് ഊറ്റും മടിയില്ലാതെ പറയണം. ധാരാളം അഭിനന്ദിക്കാം. നമുക്ക് മിക്കവാറും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിനന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ബ്ലാങ്കറ്റ് കുറ്റപ്പെടുത്തലുകളും അഭിനന്ദനങ്ങളുമായി പോകുന്നു എന്നാണ്.
നിങ്ങളൊരു കുട്ടിയുടെ ഒരു ബിഹേവിയറിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ബിഹേവിയറിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ പരീക്ഷയ്ക്ക് നിനക്ക് മാർക്ക് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഐ എം വെരി പ്രൗഡ് ഓഫ് യു എന്ന് പറയാം. അത് ഒരു തരത്തിലും നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളാടാ, നീ ഒരു സംഭവമാണ് കേട്ടോ, അങ്ങനെ പ്രസന്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ വൈകുന്നേരം തന്നെ നമുക്ക് ഇവന്റെ അടുത്ത് വേറൊരു ഒരു തെറ്റായ കാര്യം ഇവനെ കാണിച്ചു കൊടുക്കാനുണ്ടാവും. ചിലപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പൊ അവൻ തന്നെ വിചാരിക്കും രാവിലെ അമ്മ പറഞ്ഞതിന്റെ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടൊരു കാര്യമാണല്ലോ ഇപ്പൊ അമ്മ പറയുന്നത് എന്നവർക്ക് തോന്നും. അതുകൊണ്ട് ടു ദ പോയിന്റ് ആയിരിക്കണം നിങ്ങളുടെ അപ്രീസിയേഷനും, ടു ദ പോയിന്റ് ആയിരിക്കണം നിങ്ങളുടെ ക്രിറ്റിസിസവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ, വർത്താനം പറയാനൊക്കെ ആസ്വദിച്ച് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട്. അച്ഛനെ അമ്മേനെ ഒരുമിച്ച് കൈ കിട്ടിയാൽ അവരുടെ പരാതിക്കെട്ടുകളൊക്കെ അപ്പം ഇറക്കും. ചിലപ്പോൾ അതും ആ സമയത്ത് എന്റർടൈൻ ചെയ്യേണ്ട. എല്ലാ കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചില സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും സംസാരിക്കാൻ. അത്തരം സംസാരങ്ങളൊന്നും ഈ ക്വാളിറ്റി ടൈം, ഫാമിലി ടൈമിൽ നിങ്ങൾ എടുക്കണ്ട. അതിന് മറ്റൊരു സമയം വെക്കുകയും അവിടെ സംസാരിക്കാം എന്ന് പറയുകയും നിങ്ങൾ വാക്ക് കീപ്പ് ചെയ്യുകയും വേണം. പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കണം. പിറ്റേ ദിവസം നിങ്ങൾ ഒരുമിച്ച് ഫാമിലി ടൈമിൽ ഇരിക്കുന്നതിന് മുമ്പ് ഇത് സംസാരിച്ചിരിക്കണം എന്നുകൂടി ഉറപ്പുവരുത്തണം. കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ കാര്യം കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ മുതിർന്നവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആണ്. എസ്പെഷ്യലി ഇഫ് യുവർ ചൈൽഡ് ഈസ് ഹാവിങ് എ ഒരു കുറച്ച് കുറഞ്ഞ അറ്റൻഷൻ സ്പാൻ ആണെങ്കിൽ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലൊക്കെ നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളത് 4 C പറയാം. ഫസ്റ്റ് ഈസ് യു ഷുഡ് ബി വെരി ക്ലിയർ. നമ്മളുടെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും കുട്ടിയോട് പറയാറുണ്ട് അല്ലെ, എന്തെങ്കിലും മുറി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, ഒന്ന് നേരെയാക്കി ഇടും. നോക്കൂ, അതൊരു നമ്മളെ ആസ് ആൻ അഡൽട്ട് യു നോ വാട്ട് യുവർ മീനിങ്, റൈറ്റ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കട്ടിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കൂ, ബുക്കുകളൊന്ന് മടക്കി വെക്കൂ, താഴെ കിടക്കുന്ന വേസ്റ്റ് പേപ്പറുകൾ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടൂ എന്നൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. മുറിയാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു. സോ അത് മിക്കവാറും ഒരു കാര്യവും ഒരു എഫക്റ്റും ആ ചോദ്യത്തിന് ഇല്ലാതെ പോകും. അതേസമയം നിങ്ങൾക്ക് ആ ക്വസ്റ്റിനെ വേറൊരു തരത്തിൽ ക്ലിയർ, ഷോർട്ട്, മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. മേശയിൽ കിടക്കുന്ന പുസ്തകം അടുക്കി വെക്കൂ, ബെഡിൽ കിടക്കുന്ന തുണി മടക്കി വെക്കൂ, വേസ്റ്റ് പേപ്പേഴ്സ് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടൂ, ബെഡ്ഷീറ്റ് വിരിച്ചു വെക്കൂ. നിങ്ങൾ നാല് സെന്റൻസ് പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതിയോ? മറ്റത് നിങ്ങൾ 40 തവണ പറഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാൾ എഫക്റ്റ് ഒരുപക്ഷെ കുഞ്ഞി മൾട്ടിപ്പിൾ സ്റ്റെപ്സിലുള്ള പ്രിസൈസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു തവണ പറയുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കുട്ടികളോട് പറയുന്ന സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നതിലും ചില ശ്രദ്ധ നല്ലതാണ്. ഭയങ്കര റിക്വസ്റ്റ് ആയിട്ട് വേണ്ട, വലിയ ഓർഡർ ആയിട്ടും വേണ്ട. ഒരു പ്ലെയിൻ സെന്റൻസ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് നന്നായിരിക്കും. നീ അത് മര്യാദയ്ക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നുള്ളതിന് അത് എടുത്തു വെക്കണം കേട്ടോ എന്ന് ഒരു ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പറ്റിയ സെന്റൻസുകൾ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. Then what you're saying should be consistent. നമുക്ക് വീട്ടിൽ നിയമങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കൊച്ചിനോട് ചിലപ്പോൾ പറയും രാവിലെ എഴുന്നേക്കണം, 8 മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമാണ് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റൂ, 1 മണിക്കൂർ ഈസ് ദ സ്ക്രീൻ ടൈം എന്ന് നമ്മൾ പറയുന്നു എന്ന് വിചാരിക്കുക. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളപ്പോൾ യു ക്യാൻ യൂസ് മൊബൈൽ ഫോർ 2 hours, അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഡു സംതിങ് എൽസ് സോ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ 3 hours. No, it's not like that. Rule should be clear and rule should remain the same across the situation, across all members, across the time. നിങ്ങളുടെ മൂഡ് അനുസരിച്ചിട്ടോ കൺവീനിയൻസ് അനുസരിച്ചിട്ടോ റൂള് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നിങ്ങൾ ഇനീഷ്യലി ഇങ്ങനത്തെ പേരന്റിങ് റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വൺസ് ഇറ്റ്സ് ഓൾ സെറ്റ്, യു ഹാവ് എ കൺട്രോൾ ഓവർ യുവർ ചൈൽഡ്, ഇറ്റ് ക്യാൻ ബി ഫ്ലെക്സിബിൾ. ബട്ട് ഇൻ ദ ഇനീഷ്യൽ ഫേസ് അറ്റ്ലീസ്റ്റ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. ഇതിലൊരു വലിയ പ്രശ്നമുള്ള എന്നാണെന്നറിയോ, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഇത് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതും നിങ്ങൾ കുട്ടിക്ക് വെക്കുന്ന റൂളുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം എന്നുള്ളതാണ്. പേരന്റിംഗിലെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. ആക്ച്വലി യു ആർ റോൾ മോഡൽസ് എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് ആണ് ശരിക്കും അവരിൽ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നത്. വാക്കിൽ ഉള്ള മെസ്സേജിനേക്കാൾ ദേ ഇമിറ്റേറ്റ് വാട്ട് ദേ സീ. ദേഷ്യപ്പെട്ട് ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയുകയും ദേഷ്യപ്പെട്ടാൽ നമ്മൾ പാത്രം എടുത്ത് താഴെയിടുകയും ചെയ്യുമെങ്കിൽ എങ്ങനെയാണ് കുട്ടീനെ നമുക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പ്രൈസും അപ്രീസിയേഷനും ഒക്കെ ലാവിഷായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നല്ല പെരുമാറ്റങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിഹേവിയർ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ പോരുത്. അത് കറക്റ്റായിട്ട് പറയണം. നമുക്ക് നീ ഇന്ന് വഴക്കുണ്ടാക്കാതെ ഇരുന്നത്, നീ ഇളയാൾക്ക് ആദ്യം ഭക്ഷണം പ്ലേറ്റിൽ കൊടുത്തത് ഒക്കെ നന്നായി, അത് നന്നായെങ്കിൽ നന്നായി എന്ന് തന്നെ പറയണം. ഇതൊക്കെ കുട്ടിക്ക് തന്നെത്താനെ ഒരു ആത്മാഭിമാനം വളർത്തുകയും നമ്മളോടുള്ള സ്നേഹം കൂട്ടുകയൊക്കെ ചെയ്യുന്ന ടെക്നിക്സ് ആണ്. വലിയ മുടക്കുന്നുള്ള കാര്യങ്ങളും അല്ലല്ലോ.
ഇനി ബിഹേവിയറൽ കൺട്രോളിനുള്ള ചെറിയ വഴികൾ കൂടി പറഞ്ഞു പോവാം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുക അടിക്കുക അല്ലെ വഴക്ക് പറയുക അല്ലാതെ എന്താണ് വഴികൾ എന്ന് വിചാരിക്കുന്നതിന്റെ വഴികളാണ്. ഇത് കുറച്ചൊരു സൈക്കോളജി ടച്ചുള്ള കാര്യമാണ്. ബോറടിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റുന്നത്ര സിമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം. ബിഹേവിയറൽ കൺട്രോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? ടു എൻകറേജ് പോസിറ്റീവ് ബിഹേവിയർ ആൻഡ് ടു റിഡ്യൂസ് ദ നെഗറ്റീവ് ബിഹേവിയർ. ലൈക്ക് ഇപ്പൊ കൊച്ചിന് ആങ്കർ ഔട്ട് ബേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഉദ്ദേശം ആങ്കർ ഔട്ട് ബേസ്റ്റ് കുറയ്ക്കുകയും കാമായിരിക്കുന്ന സമയം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ദർ ആർ ഡിഫറെന്റ് ടെക്നിക്സ്. ആസ് യു ഓൾ നോ, ദ ഫസ്റ്റ് ആൻഡ് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു കാര്യം ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. കൊച്ചൊരു നല്ല കാര്യം ചെയ്യുന്നു, നമുക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടു, നമ്മൾ കൊച്ചിന് റിവാർഡ് കൊടുക്കും. കൊച്ചൊരു നല്ല കാര്യം ചെയ്യുന്നു, നമ്മൾ കുട്ടിക്ക് ഒരു മുട്ടായി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. കൊച്ചൊരു നല്ല കാര്യം ചെയ്യുന്നു, പക്ഷെ നമ്മൾ ഇവിടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. പകരം കൊച്ചിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യേണ്ടെന്ന് പറയുന്നു. ലൈക്ക് നീ വൃത്തിയായിട്ട് ചോറുണ്ടു, അതുകൊണ്ട് ഇന്ന് പാത്രം കഴുകാൻ കൂടണ്ട എന്ന് പറയുന്നു. കൊച്ചിന് പാത്രം കഴുകാൻ ഇഷ്ടമല്ല. സോ ഇറ്റ്സ് എ റിവാർഡ്, ഇറ്റ്സ് എ റീഇൻഫോഴ്സ്മെന്റ് ഇൻ അനദർ സെൻസ്. നമുക്ക് കാശ് പോകുന്നുമില്ല. അടുത്തത് പണിഷ്മെന്റ്. വടി കൊടുത്തിട്ടുള്ള പണിഷ്മെന്റ് അല്ല, നമ്മൾ പറയാ ടൈം ഔട്ട് ആണ് സാധാരണ. ടൈം ഔട്ട് അല്ലെങ്കിൽ ടേക്കിംഗ് എവേ ഒരു പ്രിവിലേജ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പണിഷ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുക. ഒരു കാര്യം ചെയ്യരുത് എന്ന് വാൺ ചെയ്താൽ അതിനൊരു ടൈം ഔട്ട് കൊടുക്കാം. ടൈം ഔട്ട് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കൺസെപ്റ്റ് ആണ്. കുട്ടീനെ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി എന്റർടൈനിങ് ആയിട്ട് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കുറച്ച് സമയത്തേക്ക് ഒരു ഫിക്സഡ് ടൈമിലോട്ട് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അന്നത്തെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാം, കളിക്കാൻ പോകുന്ന സമയം റെഡ്യൂസ് ചെയ്യാം, പ്രോമിസ് ചെയ്ത അല്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന അവനിഷ്ടമുള്ള ഒരു കാര്യം അവന്റെ ഷെഡ്യൂളിൽ നിന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിഷ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അനദർ തിങ് ഈസ് മോഡലിംഗ്. ഇത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇറ്റ് ഹാപ്പൻസ് എവറി ഡേ എന്നുള്ളതാണ് പ്രശ്നം. നമുക്കൊരു ഡിസൈഡ് ബിഹേവിയർ ലൈക്ക് ഐ വാണ്ട് മൈ ചൈൽഡ് ടു ബി വെരി പൊളൈറ്റ്. എനിക്ക് എന്റെ കൊച്ച് വളരെ ഹംബിൾ ആൻഡ് പൊളൈറ്റ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമാണ്. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്ത് കാണിക്കേണ്ടി വരും. നമ്മൾ ഒരുമിച്ചുള്ള സോഷ്യൽ സിറ്റുവേഷനിൽ മൈ ബിഹേവിയർ ഷുഡ് ബി പൊളൈറ്റ് ആൻഡ് ഹംബിൾ, ദെൻ മൈ ചൈൽഡ് വിൽ മോഡൽ ഇറ്റ്. ദെൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടോക്കൺ എക്കണോമി എന്ന വാക്ക്. വെക്കേഷൻ സമയത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് ലൈക്ക് വെൻ യുവർ ചൈൽഡ് ഒരു കാര്യം കൊച്ച് നന്നായി ചെയ്താൽ ഗിവ് ഹിം എ ടോക്കൺ. ഒരു ടോക്കൺ കൊടുക്കുക. ഇപ്പൊ ഇന്ന് രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റു. ഓരോ ദിവസവും രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നിനക്കൊരു ടോക്കൺ കിട്ടും. അതൊരു സ്റ്റിക്കർ ആവാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആവാം, ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാവാം. എന്നിട്ട് വെക്കേഷന്റെ അവസാനം ഈ ടോക്കൺ എല്ലാം കൂടെ കൗണ്ട് ചെയ്തിട്ട് ഈ ടോക്കൺ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ട്രേഡ് ചെയ്യാം. ക്യാൻ ബി എൻ ക്യാഷ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് ഫോർ സം എക്സ്ട്രാ പ്ലേ ടൈം, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടി ഒരു ഔട്ടിങ്, അല്ലെങ്കിൽ ഒരു മൂവി വാച്ച് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു ടോയ്, അങ്ങനെ എന്തെങ്കിലും. ഈ ഹോൾ വെക്കേഷൻ ഇടയ്ക്ക് ഒരു ഗുഡ് ബിഹേവിയറിനെ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഈസി പരിപാടിയാണ് ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്. ടൈം ഔട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് ഷേപ്പിംഗ്. അതെന്താണെന്നറിയോ? നമുക്കൊരു കുട്ടിയിൽ ഒരു ഡിസൈഡ് ബിഹേവിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ഐ വാണ്ട് മൈ ചൈൽഡ് ടു ബി എ ലീഡർ എന്ന് വെച്ചു. സോ ആ ലീഡർ ആകാനുള്ള ക്വാളിറ്റീസ് കുട്ടിയിൽ ഷേപ്പ് ചെയ്ത് ഫോം ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ്. ആദ്യം അവളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുക, അവളെ കോൺഫിഡന്റ് ആയിരിക്കാൻ പഠിപ്പിക്കുക, ഹൗ ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സിന് പഠിപ്പിക്കുക, ടീം വർക്ക് പഠിപ്പിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റേസ് ചെയ്ത് അത് അവളുടെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്ത് നെഗറ്റീവ് ബിഹേവിയേഴ്സ് കാണിച്ചു കൊടുത്ത് തിരുത്തിച്ച് കുട്ടിയെ അങ്ങനെ ഒരു കാര്യത്തിൽ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇതും ഒരു ഗുഡ് പേരന്റിങ് മോഡലാണ്, ബിഹേവിയർ കൺട്രോളിനുള്ള ഒരു മോഡലാണ്. Then another thing is self monitoring. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളല്ല അവർക്ക് മാർക്ക് ഇടുന്നത്, നീ നിനക്ക് തന്നെ മാർക്ക് ഇടുക. നിന്റെ ഇന്നത്തെ പെരുമാറ്റം, ഒരു ദിവസത്തെ നിന്റെ ബിഹേവിയർ, അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ, അല്ല അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ, നിനക്ക് ആ സിറ്റുവേഷനിൽ നന്നായി പെരുമാറാൻ പറ്റുമോ, ഹൗ ഡു യു വാലുവേറ്റ് യുവർ ബിഹേവിയർ, നീ എങ്ങനെയാണ് നിന്റെ അന്നത്തെ പെരുമാറ്റം, നിന്റെ പെർഫോമൻസിന് നീ എത്ര മാർക്കാണ് കൊടുക്കുക. അങ്ങനെ സ്വന്തം മാർക്കിടാൻ മോണിറ്റർ ചെയ്യാൻ അവരെ പഠിപ്പിക്കാവുന്നതാണ്. ഈ ബിഹേവിയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. സാധാരണ കുറച്ചുകൂടി വലിയ കുട്ടികളിലാണ് നമ്മൾ ഉപയോഗിക്കുക. വളരെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള കുട്ടികളിൽ നമ്മൾ റിട്ടേൺ കോൺട്രാക്ട് വെക്കാൻ പറയും. ഞാൻ ഈ പെരുമാറ്റം ഇങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടായാൽ അതിന്റെ കോൺസിക്വൻസസ് ഇങ്ങനെയാണ് എന്നൊക്കെ റിട്ടേൺ കോൺട്രാക്ട്, ബിഹേവിയറൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സോ ദീസ് ആർ ദ കോമൺ ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്സ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ചില ബിഹേവിയേഴ്സ് നമുക്ക് കുറയ്ക്കാൻ അതിന്റെ പോസിറ്റീവ് ബിഹേവിയറിനെ കൂട്ടുന്ന പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. ലൈക്ക് അഗ്രസീവായിട്ട് പെരുമാറുന്ന കൊച്ച, അതിന്റെ ഒരു പോസിറ്റീവ് ബിഹേവിയർ ഉണ്ട്. ചില സമയത്തെങ്കിലും അവൻ വളരെ ജെന്റിലും കെയർഫുള്ളും ആയിരിക്കും. ആ ബിഹേവിയറിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യും, ഈ നെഗറ്റീവ് ബിഹേവിയറിനെ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇമ്പൾസീവായിട്ട് എപ്പോഴും ചെയ്യുന്ന പിരിവിരിപ്പിനെ അവൻ കാമായിട്ട് പേഷ്യൻ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യത്തിന് അപ്പം പിടിച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, ആ ബിഹേവിയറിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാം. സിബ്ലിങ്സുമായിട്ട് എപ്പോഴും തല്ലുണ്ടാക്കുന്നയാളെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്ന കണ്ടാൽ, എന്തെങ്കിലും സ്നേഹം പങ്കുവയ്ക്കുന്ന കണ്ടാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യും, അതൊരു വാണ്ടഡ് ബിഹേവിയർ ആക്കി കൊണ്ടുവരികയും ചെയ്യാം. പിക്കി ഈറ്ററിനെ, നല്ലൊരു ഫുഡ് ട്രൈ ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഒരു ട്രൈയിങ് എ ന്യൂ ഫുഡ്, അതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ
പ്രൈസ് ഞാൻ പറഞ്ഞു, അഭിനന്ദനങ്ങൾ ഒരിക്കലും പിശുക്കരുത്. നമുക്ക് പൊതുവിൽ അതിൽ ഇച്ചിരി പിശുക്കുള്ള ആൾക്കാരാണ്. എന്തിനാണോ നിങ്ങൾ അഭിനന്ദിക്കുന്നത് ആ കാര്യം പറഞ്ഞ് പ്രിസൈസ് ആയിട്ടുള്ള അഭിനന്ദനം മടിയില്ലാതെ ഓരോ സമയത്തും കുട്ടിക്ക് കൊടുക്കണം. അത് കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനും ഇമോഷണൽ കണക്റ്റിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്, ബിഹേവിയറൽ വാക്സിൻ. ആർ യു അവെയർ ഓഫ് ദിസ് വാക്സിൻ? ആക്ച്വലി വി ഹാവ് വാക്സിനേറ്റഡ് ഓൾ അവർ കിഡ്സ്, റൈറ്റ്? നമ്മൾ എല്ലാവരും പിള്ളേരെ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ദ സെയിം കൺസെപ്റ്റ് അപ്ലൈസ് ഹിയർ. അതായത് നിങ്ങളുടെ കുട്ടിയെ ഒരു മെഡിക്കൽ ഇൽനസ് വരാതിരിക്കാൻ വേണ്ടി വാക്സിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബിഹേവിയറൽ വാക്സിനും ഉദ്ദേശിക്കുന്നത്. ഹിയർ യു ആർ വാക്സിനേറ്റിംഗ് യുവർ ചൈൽഡ് അഗെയിൻസ്റ്റ് ദ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഫേസ് ഇൻ ദെയർ അഡൽട്ട്ഹുഡ് അല്ലെങ്കിൽ അഡോളസൻസ്. ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മെന്റൽ ഹെൽത്ത് ചലഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇവരെ കേപ്പബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബിഹേവിയറൽ വാക്സിൻ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. പോസിറ്റീവ് ഹാബിറ്റ്സ് ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ കോഗ്നിറ്റീവ് തിങ്കിങ് സ്കിൽസ് കൂട്ടുക, ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടുക. ഈ 3 കൺസെപ്റ്റിലാണ് നമ്മൾ പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക, ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശേഷി കൂട്ടുക, ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടുക. നമുക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ വളരുന്ന ലോകം കുറച്ചുകൂടി നല്ലതായിരിക്കണം എന്നല്ലേ. ഇപ്പൊ പലപ്പോഴും പേരൻസ് സംസാരിക്കും, പറയുന്നതാണ് നമ്മൾ വളർന്ന പോലെ ഒന്നും അല്ല, വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു ലോകമാണ്, ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്തൊരു ലോകമാണ്, കുട്ടികളുടെ ഭാവി എന്താവുമോ എന്തോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കലുണ്ട്. ലോകം നന്നാക്കാൻ വേറെ ആരും വരില്ല. ലോകം ഈസ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ അവർ കിഡ്സ് ഓൺലി. സോ നല്ല ലോകം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും നല്ലതായിരിക്കണം. എന്റെ കുട്ടി വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, എന്റെ കുട്ടി വലിയ എമ്പതറ്റിക് ഒന്നും ആവണ്ട, എന്റെ കുട്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സഹാനുഭൂതി സഹജീവി സ്നേഹം വേണമെന്നില്ല, ലെറ്റ് ഹിം വിൻ ഇൻ ദ റേസ്. അങ്ങനെ വിചാരിച്ചാൽ നമുക്കൊരിക്കലും ഒരു നല്ല ലോകം അവന് അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സോ ഇമോഷണൽ ഇന്റലിജൻസ്, ഹാവിങ് എംപതി എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു സർവൈവൽ സ്കിൽ തന്നെയാണ്. പണ്ടത്തെ പോലെ, നമ്മുടെ കാലഘട്ടത്തിലെ പോലെ IQ ഈസ് എവറിത്തിങ് എന്ന് ആരും പറയുന്നില്ല. ടേക്ക് ഓവർ ചെയ്യുന്ന കാലത്ത് IQ അല്ല ജീവിത വിജയം നിശ്ചയിക്കുന്നത്. അതില് EQ, ഇമോഷണൽ ക്വോഷ്യന്റ് ആണ് ജീവിത വിജയത്തിൽ അവർക്ക് ജോലിയിൽ പെർസിസ്റ്റ് ചെയ്യാൻ, ഒരു സമൂഹത്തിൽ ജയിക്കാൻ, സമൂഹവുമായി അഡാപ്റ്റ് ചെയ്യാൻ ഒക്കെയുള്ള കഴിവുകൾ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് അവരുടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മെന്റൽ ഹെൽത്ത് ചലഞ്ചസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്സിൻ. അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ കമ്പണൻസിലോട്ട് ഞാൻ വരാം. പിന്നെ അത് ഇമോഷണൽ ഇന്റലിജൻസ് പഠിപ്പിക്കണം. എങ്ങനെയാണ് അത് ഉണ്ടാക്കുക? നല്ല ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതെങ്ങനെയാണ് പരിഹരിക്കുക? അക്കാര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും വളരെ കുട്ടികളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഉത്തരങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഒരു വഴക്കുണ്ടായ അടിച്ചല്ലേ ഡോക്ടറെ തീർക്കേണ്ടത് എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ അടിച്ചാൽ ഇത്രയൊക്കെ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് മൂക്കിനിട്ട് ഇടിച്ചാൽ മൂക്കിന്റെ പാലം പൊട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു, സിനിമയിലൊക്കെ എത്ര ഇടിക്കുന്നു, ആരുടെയും പാലം പൊട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, രണ്ടാൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ കൂടി അല്ല, സംസാരിച്ച് പരിഹരിക്കാം. കേട്ട് മനസ്സിലാക്കി ആ പ്രശ്നത്തിന്റെ പല വശങ്ങൾ കേട്ട്, എന്റെ വശവും അവന്റെ വശവും കേട്ടിട്ട് രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലെത്തി അത് പരിഹരിക്കാം. ഇനി അത് പറ്റിയില്ല എങ്കിൽ കുറച്ചുകൂടി വിവരമുള്ള നമുക്കിടയിൽ വലിച്ചിട്ട് അയാളെ കൊണ്ട് പ്രശ്നം പരിഹരിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് റിസോൾവ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഈ പരിശീലനം എവിടെ നിന്നാണ് കിട്ടുക? ആക്ച്വലി ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമാകണമെന്നാണ് ഞങ്ങൾ എല്ലാ സൈക്യാട്രിസ്റ്റുകളുടെയും ആഗ്രഹം. അത് വരുന്നത് വരെ നമുക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അത് വീടുകളിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. വീട്ടില് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിലും കുട്ടികൾ തമ്മിലാണെങ്കിലും ആശയപരമായ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമല്ലേ? അപ്പൊ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് കാണുന്നതിലും മനസ്സിലാക്കുന്നതിലും കുട്ടികൾക്ക് ഒരു റോൾ ഉണ്ട്. അവരെ അതിനെ അനുവദിക്കുക തന്നെ വേണം. ഒരു പ്രശ്നം ഉണ്ടായാൽ തല്ലല്ല വേണ്ടത്. എനിക്ക് പറയാനുള്ളതും എന്റെ മറുപക്ഷത്തിലുള്ള ആൾക്ക് പറയാനുള്ളതും കേൾക്കാൻ നമുക്ക് സന്നദ്ധ ഉണ്ടാവണം. അതിലെ ശരി തെറ്റ് അതിനെ ഫാക്ട്സ് ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള സന്നദ്ധ ഉണ്ടാവണം. എന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് ഉറച്ച പൊളൈറ്റ് ആയിട്ടുള്ള വാക്കുകളിൽ കൂടി പറ്റുമെങ്കിൽ ചിരിമായാതെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സഹായം തേടേണ്ടത് എവിടെ, ആരോട് എന്നുള്ളതിനെ പറ്റിയും കുട്ടികൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കണം. അതാണ് കോൺഫ്ലിക്ട് സൊല്യൂഷനിൽ ബേസിക്കലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. കുറച്ച് ലൈഫ് സ്കിൽ, ജീവിത നിപുണത പഠിപ്പിക്കണം.
ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രോബ്ലം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടൈം മാനേജ്മെന്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പിള്ളേർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്, നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടായാൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇത്തരം ബേസിക് കാര്യങ്ങൾ ബിഹേവിയറൽ വാക്സിന്റെ പാർട്ടായിട്ട് ആ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങ് എടുക്കുന്നു അല്ലെ? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദ ഫാക്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നമുക്ക് ആ സമയത്തുള്ള എല്ലാ അറിവുകളും വെച്ച്, നിങ്ങളുടെ ആ സമയത്തുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റംസും വെച്ച്, നിങ്ങൾ കല്യാണം കഴിച്ചത് എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ഇൻഫർമേഷൻസും വെച്ചിട്ട്, ആ സമയത്തെ നമ്മളുടെ പരിസ്ഥിതി വെച്ച്, ആ സമയത്തെ നമ്മുടെ മൂഡ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് ഒരു തീരുമാനം എടുത്തത് അല്ലേ? പക്ഷെ ഈ ഫാക്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ സമയത്തുള്ള മാനസികാവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ സാമൂഹ്യ പരിസ്ഥിതിയോ അല്ല ഒരു 10 കൊല്ലം ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ? നിങ്ങൾ അന്ന് പരിചയപ്പെട്ട ആളുടെ അതേ സ്വഭാവമേ ആയിരിക്കണമെന്നില്ല 10 കൊല്ലം ഡൗൺ ദ ലൈൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. നോക്കൂ, അങ്ങനെയാണ് തീരുമാനം എടുക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം മാറുന്നതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ ശരിയാവാനും തെറ്റാവാനും ഒക്കെ ഉള്ള സാധ്യത എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. അത് പേടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും? കുട്ടികളെ തീരുമാനം എടുക്കാൻ നമ്മൾ സമ്മതിക്കാത്തതിന്റെ ഒരു കാരണം അവരെടുത്താൽ തെറ്റും എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, അത് എടുത്ത് പഠിക്കാൻ, അതായത് ഇതിന്റെ കോൺസിക്വൻസസ് പറഞ്ഞു കൊടുത്ത്, ഇനി ചെറിയ തീരുമാനം അവരെടുത്തു, തെറ്റിപ്പോയാൽ അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഫേസ് ചെയ്യാൻ അവരെ അനുവദിക്കുക, അവരുടെ കൂടെ നിൽക്കുക, തിരുത്താൻ അനുവദിക്കുക. ഇങ്ങനെയല്ലേ തീരുമാനം എടുക്കാൻ പഠിക്കുക. അതിനും സമ്മതിക്കേണ്ടതുണ്ട്. ലൈഫ് സ്കിൽസിന് ആക്ച്വലി 3 വലിയ കമ്പണൻസ്, 3 മേജർ കമ്പണൻസ് ആണ് ഉള്ളത്. ഒന്ന് സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ്, സമൂഹത്തിൽ ഇടപഴകാനുള്ള കഴിവ്. രണ്ടാമത്തത് വൈകാരിക നിയന്ത്രണം, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. 3 ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാൻ, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ, അനലൈസ് ചെയ്യാൻ, ഡിസിഷൻ മേക്കിംഗ്, ഇത്തരം കഴിവ്. സമൂഹത്തിൽ ഇടപഴകാനുള്ള കഴിവ്, എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും, എന്റെ വൈകാരിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനുമുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കാൻ, അതിനെ അസസ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, അതിനനുസരിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ഇത് എല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട കഴിവുകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടി നല്ല കമ്മ്യൂണിക്കേറ്റർ ആവണം എന്ന ആഗ്രഹം ഉണ്ടാവും ഇല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുട്ടികളിൽ ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പലപ്പോഴും ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലാണ് കൂടുതൽ ഉള്ളത്. അവർക്കൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ, അഡൽട്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ തീരെ കുറഞ്ഞിട്ടുണ്ട്. വാക്കുകളിൽ പറയേണ്ട കാര്യങ്ങൾ ഒരാളോട് മുഖത്തു നോക്കി ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് എങ്ങനെ എന്ന് പലപ്പോഴും നമ്മുടെ കൗമാരക്കാർക്കും പുതിയ യുവാക്കൾക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ പതുക്കെയാണ് അത് പഠിച്ചു വരിക. നമ്മൾ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് അവർ പഠിച്ചു വരിക. അതിന് അവസരങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. വീട്ടിലാണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, വാക്കുകളിൽ സംസാരിച്ച് ചെയ്യേണ്ടതാണ്. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാൻ നിങ്ങൾക്ക് വലിയ വാക്ചാതുര്യമൊന്നും ആവശ്യമില്ല. വലിയ വാക്കുകൾ അറിയണമെന്നോ വലിയ ഭാഷ അറിയണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ആത്മവിശ്വാസത്തോടു കൂടി ലളിതമായ ഭാഷയിൽ നിങ്ങളുടെ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുന്ന പോലെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ആ ഒരു സ്കില്ല് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. തിരുത്തി പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതാണ്. അതുപോലെ ഒരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറയാൻ അറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേൾക്കാൻ അറിയാവുന്നത്. ഹി ഷുഡ് ബി ഗുഡ് ലിസണർ ഓൾസോ. എങ്ങനെയാണ് നമ്മളെ കേൾക്കുന്നയാൾ ഇതിനെ മനസ്സിലാക്കുന്നത്, അയാൾക്ക് എന്താണ് ഇതിൽ നിന്ന് അറിയാനുള്ളത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ. അത് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ശ്രദ്ധ കൊടുത്ത് കുട്ടികളെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആള് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിരിക്കും, പക്ഷെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര റഫ് ബോഡി ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഅറ്റൻറ്റീവ് ബോഡി ലാംഗ്വേജ് ആയിരിക്കും. ഈ ന്യൂജൻ പിള്ളേർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം അതാണ്. അവരെ ഒരു ജഡ്ജ്മെന്റലായിട്ട്, ഒരു കുറച്ച് പ്രജുഡിസ്ഡ് ആയിട്ട് കണ്ടുപോകുന്നതിന്റെ ഒരു റീസൺ അവരുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാൻ അവർ ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു മുഖഭാവത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി തല ഉയർത്തി സംസാരിക്കാൻ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ബോഡി ലാംഗ്വേജ് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പല കമ്പോണൻസ് ആണ്. സെൽഫ് അവെയർനെസ്, എനിക്ക് എന്നെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവണം. നമ്മൾ സാധാരണ നമ്മുടെ കുറവുകളെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്, അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും. നമ്മുടെ കഴിവുകളെ പറ്റി നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ എന്തിലൊക്കെ നല്ലതാണ്, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള ആളാണോ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ എനിക്കത് പരിഹരിക്കാൻ അറിയോ, എനിക്ക് നല്ല ഇമോഷണൽ കൺട്രോൾ ഉണ്ടോ, ആം ഐ ഗുഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉള്ള ആളാണോ, അങ്ങനെ പല കാര്യങ്ങൾ കുട്ടിക്ക് സ്വന്തമായി അവനവനെ തന്നെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ സെൽഫ് അവെയർനെസ് രൂപപ്പെടുത്തുന്നതിൽ ക്രിറ്റിസിസത്തിന് വലിയ പങ്കുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടിയെ പറ്റി
ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള വേറെ ഏതെങ്കിലും ഒരു കുട്ടി ഒരു കുറ്റം പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നമുക്കത് ഇഷ്ടാവാണ്ടിരിക്കുകയാണ് ആദ്യം ചെയ്യാം. നമുക്ക് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, അവർക്ക് ഇഷ്ടാവാണ്ടിരിക്കുകയാണ് ആദ്യം ചെയ്യാം. അത് നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്, അല്ലെ കുശുമ്പ് കൊണ്ടാണ്, ഇത് കരിയാക്കണ്ട എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, അല്ലെ? നോക്കൂ, ഈ പറയുന്നവരുടെ ഇന്റൻഷൻ അവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെന്റിന് പറ്റിയത് വല്ലതും അവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കാൻ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട്, അതായത് എനിക്ക് ഗുണപ്പെടുന്ന എന്തെങ്കിലും അവരാ പറഞ്ഞതിൽ നിന്ന് കിട്ടാനുണ്ടോ എന്ന് നോക്കിയെടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. തന്നെ മാനേജ് ചെയ്യാൻ, ഇമോഷണൽ മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ ആങ്കർ മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ആങ്കർ മാനേജ്മെന്റ്, നമുക്കൊരു സങ്കടം വന്നാൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഒരു ബ്രേക്കപ്പ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് കൗമാരക്കാരായ എല്ലാ പിള്ളേരുടെയും ജീവിതത്തിൽ വലുതും ചെറുതുമായ ബ്രേക്കപ്സ് ഒക്കെ ഉണ്ടായിപ്പോയിണ്ടാവും. അതൊക്കെ കുട്ടികൾ നമ്മളോട് പറയാൻ തന്നെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഇസ് നോട്ട് ജസ്റ്റ് എ ബ്രേക്കപ്പ്, അതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കുട്ടി തന്നെ ഒരു ബ്രേക്കപ്പിന് ശേഷം സൂയിസൈഡ് ചെയ്തതിന് കാരണം ആ കുട്ടിയുടെ കുറച്ചൊരു ഒരു പ്രൈവറ്റ് ഫോട്ടോസ് ആ എക്സിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അയാളത് പബ്ലിക് ഇടുമെന്ന് പറഞ്ഞു, ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വേറെ ആരോടും പറയാനുണ്ടായില്ല, കുട്ടി സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് നോട്ടിൽ നിന്നാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യേണ്ടത്, അതിനുശേഷം ഉണ്ടാകുന്ന ഇമോഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഇമോഷൻ എൻഡ് ചെയ്ത ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ സഹായം തേടേണ്ടത്, ആരുടെ അടുത്താണ് നിങ്ങൾ സഹായം തേടേണ്ടത്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരികയും വേണം. കാലം മാറുന്നതനുസരിച്ച് അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡ്രഗ്സിന്റെ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് അത് ഉപയോഗിച്ചാൽ പോട്ടെ, നിങ്ങൾ തന്നെ അത് ഉപയോഗിക്കാൻ ഇടയായാൽ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരിക, ആ ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടുപോയാൽ ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് സേഫ്ലി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളോട് തുറന്ന് സംസാരിക്കുകയും സഹായിക്കുകയും വേണം. എമ്പതി ഒന്ന് പറയാതെ പോയാൽ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, മറ്റൊരാളുടെ കണ്ണിൽ കൂടി നമ്മൾ കാര്യം കാണുകയാണ്. അവരതിനെ അനുഭവിച്ചത് എങ്ങനെയാണോ അങ്ങനെ അതിനെ അനുഭവിക്കാനുള്ള ഒരു കഴിവാണ്. നമുക്ക് പലർക്കും അതുണ്ട്. ഒരു സർക്കാർ സർവീസിൽ ഡോക്ടറായിട്ട് കയറുമ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിപ്പോകുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അത് അങ്ങനെ ഉണ്ടാവണം എന്നില്ല, അവർക്ക് അതിനുള്ള അവസരങ്ങളും ഒരുപക്ഷെ ഇല്ല. അതിന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് ഒരു മോശം കാര്യം, ഒരു വീക്ക്നെസ് ആയിട്ട് കരുതുന്ന ആൾക്കാരെ പോലും നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാനിതൊന്ന് പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കാനുള്ള കാരണം. അങ്ങനെയല്ല, മറ്റൊരാൾ ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കുക, സഹജീവി സ്നേഹം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാളിറ്റി. നമുക്ക് നമ്മൾ പറയും ഈ ജനറേഷനിൽ കുട്ടികൾക്ക് മൂല്യബോധം തീരെയില്ല എന്നാണ് പറയാ. അവർക്ക് ദൈവവിശ്വാസം ഇല്ല, മൂല്യബോധം ഇല്ല, മുതിർന്നവരെ ബഹുമാനം ഇല്ല, മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാവും നമ്മളിപ്പോൾ. നോക്കൂ, കുട്ടികളുടെ മൂല്യബോധത്തിൽ വരുന്ന മാറ്റങ്ങളിൽ വിട്ടുകളയരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. എമ്പതി ഉണ്ടായിരിക്കുക, ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കുക എന്നൊക്കെ ഉള്ളത്. അല്ലാതെ നോക്കൂ, മാതാപിതാ ഗുരുദൈവം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെയാണോ? എപ്പോഴും അങ്ങനെയാണോ? വാസ്തവത്തിൽ ഒരു അമ്മയാണ് നമ്മുടെ ഈ അടുത്ത് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 10-12 വയസ്സുള്ള 2 പിള്ളേരെ അവരുടെ ആൺ സുഹൃത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരമ്മ, അത് കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിച്ച അമ്മയുള്ള കാലമാണ്. നിങ്ങൾ ആ അമ്മ ദൈവമാണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ തെറ്റിനെതിരെ, എനിക്ക് ഇപ്പോൾ മൂത്ത കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇളയ കുട്ടി ഇതിനെതിരെ പോലീസിനെ വിളിക്കും, ദൈവത്തിനെതിരെ ആരെങ്കിലും പോലീസിൽ പോകും. അത്തരം കൺസെപ്റ്റ്സ് ആണ് മൂല്യങ്ങൾ എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മളൊന്ന് കുതിരി മാറേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എമ്പതി ഉള്ളവരായിട്ട് വളർക്കണം, സെൽഫ് അവയർനെസ് ഉള്ളവരായിട്ട് വളർക്കണം. നോക്കൂ, നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവനവനെ തന്നെ മനസ്സിലാക്കുക. ആ കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഇന്റലിജന്റ് കഴിവാണ്. ഒരു ബുദ്ധിപരമായ കഴിവ് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഡിസിഷൻ മേക്കിങ്ങിൽ കുട്ടികളെ സഹായിക്കണം. പല ഫാക്ടേഴ്സ്, മുമ്പിലുള്ള പല കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം, ഈ തീരുമാനത്തിന് ഉണ്ടാകാവുന്ന ഫലങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്ത്, കോൺസിക്വൻസസ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു തീരുമാനം എടുക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ഇതിന് തെറ്റിപ്പോയാൽ തിരുത്താനും ഉള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ്, ബേസിക് കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിക്കണം. സ്ട്രെസ് ചെയ്ത് മാറി നിൽക്കേണ്ടത് എങ്ങനെയാണ്, സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് വയ്യാത്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, റിലാക്സേഷൻ, പ്രാക്ടിക്കൽ റിലാക്സേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് സഹായം കിട്ടുന്ന സ്ഥലം ഏതൊക്കെയാണ് എന്നൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല പെരുമാറ്റങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യണം. അഡോളസൻസ് എനിക്ക് തോന്നുന്നു സമയം കുറച്ച് കടന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഹോർമോണൽ ചേഞ്ച് മാത്രമല്ല, സോഷ്യൽ ചേഞ്ച്, ഈഗോ ഫോം ചെയ്യുന്ന സമയമാണ്.
ഈ ഇല്ലത്തുനിന്ന് പോരുകയും ചെയ്തു അമ്മ തെറ്റിയില്ല എന്ന് പറയുന്ന പോലെ കുട്ടിയല്ല അഡൽട്ടും അല്ലാത്ത സമയമാണ്. നമുക്കും പ്രയാസമാണ്, അവർക്കും പ്രയാസമാണ്. അത്തരം ഒരു സമയമാണ്. നമ്മുടെ പേരന്റിങ് സ്റ്റൈൽ മാറ്റേണ്ട സമയമാണ്. നമ്മളിൽ പലരും നമ്മളുടെ ഒക്യുപ്പേഷൻ, നമ്മുടെ ജോലിയിൽ, കരിയറിൽ ഒരു ചേഞ്ച് വരുന്ന സമയം കൂടെ ആയിരിക്കും ഈ പിള്ളേരുടെ അഡോളസൻസിനുള്ള സമയം. അപ്പം അത് നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് അതിലോട്ട് ഒത്തിരി കടക്കുന്നില്ല. രണ്ട് കാര്യം മാത്രം പറയാം. അഡിക്ഷൻസ് അഡോളസെന്റിൽ ഒരു വലിയ റിസ്ക് ആണ്. കണ്ണു തുറന്ന് തന്നെ വെച്ച് പോകണം. ഇങ്ങനെയുള്ള റിസ്കുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. കുട്ടികളിൽ ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള പെരുമാറ്റ വ്യത്യാസങ്ങളെല്ലാം കൂടുതൽ പ്രൈവസി സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മുറിയിൽ അടച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത മൂഡ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കണം. കുട്ടിയുടെ റൂം പരിശോധിക്കാവോ നമുക്ക്? നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി വിചാരിക്കുന്നത്? പലപ്പോഴും കുട്ടികൾ നിങ്ങളോട് പറയുമല്ലേ, മൈ പ്രൈവസി ഇസ് മൈ റൈറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയല്ല. കുട്ടികളുടെ റൂം നിങ്ങൾക്ക് സംശയകരമായി തോന്നുകയാണെങ്കിൽ കുട്ടികളുടെ റൂം നിങ്ങൾ നോക്കണം. ബാഗ് നോക്കണം, ഷെൽഫ് നോക്കണം, പുസ്തകത്തിന്റെ പൊസിഷനിലകം നോക്കണം. അസാധാരണമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പൊ ATM കാർഡ് പോലെയോ ഗ്ലാസ് ട്യൂബ്സ് പോലെയോ പൗച്ച് പോലെയോ ചുരുട്ടിയ നോട്ട് പോലെയോ അങ്ങനെ നിങ്ങൾക്ക് അറിവുണ്ടാവും ലഹരി ഉപയോഗിക്കുന്ന പല സാധനങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് ഐഡന്റിഫൈ ചെയ്യണം. അഡോളസൻസ് ഒരു റിസ്കി ടൈം ആണെന്നുള്ളത് മനസ്സിലുണ്ടാവണം. ഈയിടെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കുട്ടികളിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി മനസ്സിൽ വെക്കണം. നമ്മുടെ ഒന്നും കാലത്ത് അത്രയ്ക്ക് അത് കേട്ടിട്ടില്ല. അനോറക്സിയം ബുളിമിയം ഒക്കെ ഇപ്പോൾ സാധാരണ കാണലുണ്ട്. അതുകൊണ്ടാണ്, അതുകൂടി ഒന്ന് മനസ്സിൽ വെക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തൊക്കെ പഠിച്ചിട്ടും എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എന്തൊക്കെ പ്രസംഗിച്ചിട്ടും ബേസിക് കാര്യം യു ആർ ദ റോൾ മോഡൽ എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ നിങ്ങൾ നല്ല റോൾ മോഡൽസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഫുൾ ടൈം മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ട് കുട്ടിയോട് സ്ക്രീൻ ടൈം പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. പക്ഷെ നീ ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വരാം. ബിക്കോസ് അതിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ഒരു സ്ക്രീൻ അഡിക്റ്റ് ആണെങ്കിൽ കുട്ടിയോട് സംസാരിക്കുന്നതിലുള്ള പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മളുടെ മൂല്യബോധങ്ങളാണ് നമ്മുടെ കുട്ടിക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. കുട്ടിയെ അവരുടെ ടൈം ടേബിൾസ് ഒക്കെ, വെക്കേഷന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. ടൈം ടേബിൾസ് ഒന്ന് കീപ്പ് ചെയ്യാൻ വെക്കണം. എന്ന് വെച്ചാൽ 8 മണിക്ക് എഴുന്നേക്കണം, 8:05 പല്ല് തേക്കണം, അങ്ങനെ ഒരു ടൈം ടേബിൾ അല്ല. ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം ഒരു റിലാക്സ് ആയിട്ടുള്ളൂ. അത് ഒന്നും മിസ്സായി പോകരുത്. വായിക്കാൻ ഒരു ഇച്ചിരി സമയം, കളിക്കാൻ ഒരു ഇച്ചിരി സമയം, TV കാണാൻ ഒരു ഇച്ചിരി സമയം, കൂട്ടുകൂടാൻ ഒരു ഇച്ചിരി സമയം, ഇങ്ങനെ എല്ലാത്തിനുമുള്ള ഒരു സമയം ഷെഡ്യൂൾ ചെയ്ത് ആക്കി കൊടുക്കാൻ ഓർക്കണം. കുട്ടികളോട് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പലതവണ ആവർത്തിച്ച് പറയേണ്ടി വരുമെന്ന് ഓർക്കണം. അവരുടെ കുഞ്ഞിത്തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട്. നിങ്ങൾ രാവിലെ കൊടുത്തിട്ട് പോകുന്ന ഒരു ഓർഡർ വൈകുന്നേരം വരെ അവർ ഓർത്തിരിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒന്നോട് റിമൈൻഡ് ചെയ്യേണ്ടി വരും. വിഷ്വൽ ക്യൂസ് ഉപയോഗിക്കാം. ചെറിയ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. 2 കാര്യങ്ങൾ ലിറ്ററസി കൂടി നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഒന്ന് ഡിജിറ്റൽ ലിറ്ററസി, അത് റെസ്പോൺസിബിൾ ടെക്നോളജി യൂസ് എന്നുള്ളതാണ്. ടെക്നോളജി ഉപയോഗിക്കരുത് എന്ന് നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദിയർ ലൈഫ്. നിങ്ങൾ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അവർ ജീവിതത്തിൽ പിറകോട്ട് പോകുക തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. റെസ്പോൺസിബിൾ ആയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്സിന്റെ സഹായവും തേടാവുന്നതാണ്. പാരന്റ് കൺട്രോൾ ആപ്സ് ഒക്കെ ഉണ്ട്. തീരെ നിർത്തിയില്ലാത്ത ആൾക്കാർ അതും പഠിച്ചെടുക്കാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ടൈമിന് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് വെക്കണം. ബൗണ്ടറീസ് സ്ട്രിക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ അവരെ നിർബന്ധമായി പഠിപ്പിക്കുകയും വേണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി പ്രത്യേകിച്ച് നെറ്റ് വേൾഡ്, അവർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കാര്യങ്ങളെ പറ്റി വ്യക്തമായി നമ്മളോട് പറയാനും അതിന്റെ മറുപടി പറയാനും ഒക്കെയുള്ള അവസരം വെക്കണം. മെന്റൽ ഹെൽത്ത് ലിറ്ററസി കൂടി കുട്ടികളിൽ ഉണ്ടാക്കണം. പലപ്പോഴും ഈ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി ബാഡ് എന്നൊരു ഇംപ്രഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത്. മനസ്സുള്ള ആർക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങൾക്കൊരു വിഷാദം ഉണ്ടാകുന്നത്, ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്, ഒരു സൂയിസൈഡൽ തോട്ട് ഉണ്ടാകുന്നത്, അതെല്ലാം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു അസുഖം വരുന്ന പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് എക്സ്പെർട്ട് ഹെൽപ്പും ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മെന്റൽ ഹെൽത്ത് ലിറ്ററസി കൂടി കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണം. ഒരു വാക്ക് സിംഗിൾ പേരന്റിങ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി കൂടി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിംഗിൾ ആയിട്ട് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അത് ഒരു കുറവായിട്ടോ തെറ്റായിട്ടോ കരുതേണ്ടതേയില്ല. ഈ പറഞ്ഞ കാര്യമെല്ലാം ബേസിക്കലി ഇമോഷണലി മെനി ഓഫ് us ആർ ഡൂയിങ് സിംഗിൾ പേരന്റിങ് ഓൾസോ. പിന്നെ പല ആൾക്കാരും ഇമോഷണലി ആബ്സെന്റ് പേരന്റ്, ഒരു പാർട്ട്ണർ ഉള്ള ആൾക്കാരും ഉണ്ട്, ഫിസിക്കലി മാത്രമല്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ നിങ്ങൾ കൂടുതൽ സമയവും കൂടുതൽ ഇമോഷൻസും നിങ്ങളുടെ പേരന്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കാര്യം മറക്കരുത് എന്നുള്ളതാണ് അവരോട് പ്രത്യേകം പറയാനുള്ളത്. സിംഗിൾ പേരന്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ, അവരുടെ മെന്റൽ ഹെൽത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് സമയം വെച്ചിരിക്കണം. നിങ്ങളുടെ ഹോബികൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ സമയം കൊടുക്കണം. അതേസമയം 2 ഉത്തരവാദിത്വവും, അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം ഒരുമിച്ച് നിങ്ങൾക്ക് നോക്കുകയും ആവാം. നോക്കൂ, ഒരു
പ്രോബ്ലം ഉള്ള വീട്ടിലെ കുട്ടിയേക്കാൾ നന്നായിരിക്കും ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പേരന്റ് വളർത്തുന്ന കുട്ടി എന്ന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്. വണ്ടർഫുൾ സെഷൻ. സാധാരണ ഈ ഒരു ടോക്ക് കഴിയാറാകുമ്പോഴത്തേക്ക് കുറെ ഡൗട്ട്സ് ചാറ്റ് ബോക്സിൽ കാണുന്ന ഒരെണ്ണം പോലും ഇല്ല. മനസ്സിലാവാത്തത് കൊണ്ടാണോ? അല്ലല്ല, ഇറ്റ് വാസ് വെരി വെരി ക്ലിയർ. വല്ലതും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയോ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാം. ഹലോ, ഡോക്ടർ ബിപിൻ വർക്കി. ഡോക്ടർ അതെ, ഞാൻ ഡോക്ടർ മുരളി. ഞങ്ങള് ഫെബ്രുവരിയില് മെന്ററിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അരുൺ ബി നായർ സാറിന്റെ ഒരു ക്ലാസ് വെച്ചിരുന്നു. ഇന്ന് നടത്തിയ ക്ലാസ് വളരെ നന്നായി, വളരെ നല്ല രീതിയിൽ ആ ക്ലാസ്. ഇത് ശരിക്കും പറഞ്ഞാൽ മിസ്സായി എല്ലാവർക്കും. ഇതിന് നമ്മൾ വളരെയധികം പബ്ലിസിറ്റി ഇന്ന് ശരിക്കും പറഞ്ഞാൽ 120ന്റെ അടുത്ത ആൾക്കാർ കയറിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് എല്ലാവർക്കും വേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വളർത്തു ദോഷം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇന്ന് നമ്മൾ പൊതുവെ പാരന്റിങ് എന്ന് പറഞ്ഞ ബഹുഭൂരിപക്ഷം ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മോഹിച്ചതെല്ലാം മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കലും അല്ലെങ്കിൽ ജീവിത വിജയം മാത്രമാണ് ലക്ഷ്യം എന്നുള്ളൊരു പഠിപ്പിക്കലാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും കേൾക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇതെടുത്തു. ഡോക്ടർ ദയാ പാസ്കൽ എത്രയോ നല്ല രീതിയിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ ഒരു ഇന്റലക്ച്വൽ മോൺസ്റ്റർ ആക്കി വളർത്തുന്നതിനേക്കാളും നമ്മളെ ശരിക്കും പറഞ്ഞ ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസും ലൈഫ് സ്കില്ലും എല്ലാ കാര്യങ്ങളും പിന്നെ എങ്ങനെ ഒരു ഏതൊക്കെ രീതിയിൽ ഇതാക്കണം എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും നന്നായി. ഓക്കെ, പ്രയോജനപ്പെട്ടു എന്ന് കേൾക്കുന്നതാണ് സന്തോഷം. ഓക്കെ, അതൊരു സൈക്കാട്രിസ്റ്റ് തന്നെ പറയുമ്പം തീർച്ചയായിട്ടും അപ്രീസിയേഷൻ മെസ്സേജസ് വരുന്നുള്ളൂ, സംശയങ്ങളൊന്നും ഇല്ല. എക്സലന്റ് മാഡം. ഇത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. വരും. ഡോക്ടർ പ്രവീണിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൺസ് ഈസ് ഫ്രീ വിൽ ബി അപ്ലോഡ്. ആർക്കും സംശയങ്ങളൊന്നും ഇല്ല. ഒരു മൂവീസിനെ പറ്റിയുള്ള ഒരു സംശയം വന്നു പോയോ ഡോക്ടർ ബിപിൻ? exposing our children to the kind of movies nowadays. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ തന്നെ ഒരു സെൻസർ ബോർഡിനെ വിട്ടു കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് തന്നെ അതിലൊരു ഇത് വെക്കാം. സമൂഹത്തിന്റെ എന്താണോ പരിച്ഛേദം അത് തന്നെയാണ് കലയിൽ എല്ലായിടത്തും കിട്ടുക. മൂവീസിലും റൈറ്റിങ്ങിലും എല്ലാം അത് വരും. എത്രമാത്രം വയലൻസിലോട്ട് നിങ്ങളുടെ കുട്ടിയെ എക്സ്പോസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ധൃതി പിടിച്ച ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. റിവ്യൂസ് ഒക്കെ എടുത്ത് എക്സ്റ്റെൻഡ് ഓഫ് വയലൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് വൾഗാരിറ്റി ഒക്കെ അറിഞ്ഞിട്ട് കാണിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഒരു സ്ട്രിക്റ്റ് സെൻസറിങ് നിങ്ങൾ വെക്കുന്നത് കൊണ്ട് ഇതൊന്നും നിങ്ങളുടെ കുട്ടിയിൽ എത്തുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്ന മാത്രമൊന്നുമല്ല കാര്യം. ഇതിലെ ശരി തെറ്റ് മനസ്സിലാക്കാൻ അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇത് നീ കണ്ടാൽ കൊള്ളാം എന്ന് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതിനുകൂടിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആദ്യം ഹോബീസ്, അവർ കാണുന്ന ഷോസ് ഒക്കെ കുട്ടിക്കാലം മുതലേ ഒന്ന് കൂടിയിരുന്ന് കാണാൻ തുടങ്ങിയാലേ ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. Telling lie or masking something. കേട്ടില്ല, എന്തായിരുന്നു സർ അത്? ഞാൻ അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. ടെല്ലിംഗ് ലൈ ഓർ മാസ്കിംഗ് സംതിങ്. കുട്ടികൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം ഒളിച്ചു വെക്കുന്നത് പലപ്പോഴും അവർക്കത് പറയാനുള്ള ഒരു വിശ്വാസം നമ്മളോട് ഇല്ലാത്തപ്പോൾ കൂടിയാണ്. അപ്പോ നിങ്ങൾക്ക് ആ ഒരു നല്ല ഇമോഷണൽ കണക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, ഒരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ചതിയിൽപ്പെട്ടാൽ ഒക്കെ പറയാൻ അധികം മടിക്കില്ല. പറയാം, എന്നോട് പറയാം, നീ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നീ അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നീ ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു അഷുറൻസ് കൊടുത്ത് തന്നെ വളർത്തണം. അഡോളസൻസ് ഒരു ക്ലാസ് കൂടെ വെക്കാമോ? അഡോളസെന്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊരു ഡിഫറെന്റ് നീഡ്സ് ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ. അതൊരു സൗകര്യമുള്ള സമയം നോക്കിയിട്ട് ഡോക്ടർ മീനുവിനെ അറിയിച്ചാൽ മതി.
will be able to host that. Another small child fighting. Should we interfere in child fights? അതെ, ഈ ഫിസിക്കൽ ഫൈറ്റ് എന്തിനെങ്കിലും ഉള്ള ഉത്തരമല്ല എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ക്ലിയർ മെസ്സേജ് വരേണ്ട കാര്യമാണ്. പക്ഷെ പിള്ളേർ സാധാരണ ഫൈറ്റ്സിലൊക്കെ ഇടപെടും. അതിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം. അതായത് ഫിസിക്കൽ ഫൈറ്റ് ഒരു കാര്യത്തിലുള്ള ഉത്തരമല്ല, അതൊരു ക്ലിയർ റൂൾ ആയിരിക്കണം വീട്ടിലെ. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ അടി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് സൈക്കാട്രിസ്റ്റുകൾക്ക് വിയോജിപ്പുള്ളത്. കാരണം നിങ്ങൾ ഒരു കുട്ടിയെ അടിച്ചു തിരുത്തുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾ കുട്ടിയൊക്കെ ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കുട്ടിയെ അടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതോറിറ്റി ആയതുകൊണ്ടാണല്ലോ അടിക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് അടിക്കാം, ഫിസിക്കലി ഉപദ്രവിക്കാം എന്നുള്ള, മറ്റൊരാളുടെ ശരീരത്തെ ഭേദ്യം ചെയ്യാം എന്നൊരു മെസ്സേജ് നമ്മൾ അവിടെ കൊടുക്കണില്ലേ? അതുകൊണ്ടാണ് അതൊരു നല്ല ബിഹേവിയറൽ കൺട്രോൾ മെത്തേഡ് ആവാത്തത്. അപ്പോൾ ഫൈറ്റ്സിൽ ഇടപെടുക തന്നെ വേണം. അതിന് പക്ഷേ അടിച്ചല്ല രണ്ടുപേരെ അപ്പോഴും പിരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫിസിക്കൽ ഫൈറ്റിൽ ഈ പ്രശ്നം തീർക്കുന്നത്? അത് ശരിയാവുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റാത്തത് എന്നുള്ള മട്ടിൽ തന്നെ ഇരുത്തി സംസാരിപ്പിക്കാനൊക്കെ ഇടയാക്കണം. രസമാണ് ഈ കുട്ടികൾ തമ്മിൽ വഴക്ക് തീർക്കാനുള്ള സംസാരങ്ങളൊക്കെ. ഒരിക്കലൊന്ന് കേട്ട് നോക്കിയാൽ വളരെ രസമുള്ള കാര്യമാണ്. നമ്മൾ മുതിർന്നവരൊക്കെ കേട്ട് പഠിക്കേണ്ട പല കണ്ടീഷൻസ് ഒക്കെ വെച്ച് അവർ ഒരു എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ തീർക്കുമെന്നറിയാമോ? നല്ല ക്ഷമ വേണം, പക്ഷെ പരീക്ഷ നോക്കാവുന്നതാണ്. ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തുടങ്ങണം. ഇത് നമ്മൾ കൗമാരകാലത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ചെറിയ പ്രായത്തിൽ എത്ര ചെറുപ്പത്തിൽ തുടങ്ങുന്നോ അത്ര എളുപ്പമാണ്. Role of spirituality, religion. സ്പിരിച്വാലിറ്റിയെ പറ്റി പറയാൻ ഒരു സൈക്കാട്രിസ്റ്റ് നല്ല ആളാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങി പോകും. നിങ്ങൾ മൂല്യബോധമുള്ളവരായി കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള എല്ലാത്തിനും അവർ ചോദ്യം ചെയ്യും. അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ എന്തിനെങ്കിലും ഭയന്നിട്ടോ എന്തിനെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയോ ആയിരിക്കരുത് നീ ഒരു നല്ല മനുഷ്യനായിരിക്കുന്നത്. നീ ഒരു നല്ല മനുഷ്യനായിരിക്കേണ്ടത് നീ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തെ ഒരു മെസ്സേജ്. ഇമോഷണലി നിങ്ങളൊരു എമ്പതി ശീലിക്കുന്നത് നിങ്ങളൊരു നല്ല ആളാവാനാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവാനാണ്. അത് ആരെങ്കിലും പേടിച്ചിട്ടോ ഏതെങ്കിലും നിയമത്തിന്റെ പുറത്തോ ആവുന്നത് പെർസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. തോന്നുന്നു. Is it true that the more you fight as children, the better is the relation with adulthood? അങ്ങനെയല്ല. കൂടുതൽ തല്ലുണ്ടാക്കുന്നവർ കൂടുതൽ സ്നേഹത്തിലാവും എന്നുള്ള സ്റ്റഡീസ് ഒന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവിടെ വേറെ ആളുടെ സൈക്കാട്രിസ്റ്റുകൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയെങ്കിലും പറയാം. എനിക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചെറുപ്പകാലം മുതലേ ഈ പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാൻ, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യം വഴക്കല്ല, അടിയല്ല, ഇടിയല്ല, അതിനൊരു ക്രിയാത്മകമായ സംവാദം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു, നിനക്ക് പറയാനുള്ളത് നീ പറയുന്നു, നമ്മൾ രണ്ടുപേർക്കും പറയാനുള്ള ഫാക്ട്സ് നമ്മൾ ആലോചിക്കുന്നു, എന്നിട്ട് ഇതിൽ ന്യായം ആരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ ഇതിൽ പ്രാക്ടിക്കൽ ഏതാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ വഴിക്ക് പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാവും. ആ നഷ്ടത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലും ജീവിതത്തിൽ ഒരു വിജയമാണ്. അങ്ങനെയാണ് നീ ഒരു പ്രശ്നത്തിനെ നീ സോൾവ് ചെയ്യുമ്പോൾ യു ആർ ഗ്രോയിങ് മോർ. അത് നിന്റെ ജീവിതത്തിൽ ആഡ് ചെയ്യാണ്. യു ആർ വിന്നിങ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ്. അത് കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമില്ലേ, കൊച്ചുകുട്ടികളായിരിക്കും നിങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങില്ലേ. അപ്പൊ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളൊന്ന് തോറ്റു കൊടുക്കും അല്ലേ. കൊച്ചിന് വിഷമാവണ്ട എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാ തവണയും തോറ്റു കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു കളിയാവുമ്പോൾ ചിലപ്പോൾ ഞാൻ ജയിക്കും, ചിലപ്പോൾ നീ ജയിക്കും. ഇപ്പൊ നീ തോറ്റാൽ നെക്സ്റ്റ് ടൈം നീ ജയിക്കും, അത്രേ ഉള്ളൂ എന്നുള്ളൊരു മെസ്സേജ് തന്നെ കൊടുത്ത് തന്നെ പോകും. Effect of fighting parents in front of kids? No, you should not do that. പേരന്റിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, നിങ്ങളാണ് റോൾ മോഡൽസ് എന്നുള്ളത് കൊണ്ടാണ്. കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങളുടെ പാർട്ട്ണറെ അധിക്ഷേപിക്കുന്ന, നാണം കെടുത്തുന്ന ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. അത് കുട്ടികൾ മറ്റു രീതിയിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. വളരെ മോശമായ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കും. തന്നെയല്ല, അവർ വളരെ ഇമോഷണലി ഇൻസെക്യൂർ ആവുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് മുമ്പിലുള്ള വഴക്കുകൾ, മോശം വാക്കുകൾ കൊണ്ടുള്ള വഴക്കുകൾ, ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും ഒരിക്കലും പാടില്ല. രണ്ടുപേരും ഒരേപോലെ റെസ്പെക്ട് അർഹിക്കുന്ന പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയാണ് കുട്ടികൾ കാണേണ്ടത്. ചില വീടുകളിലുണ്ട്, നമ്മൾ ലേഡി ഡോക്ടേഴ്സ് ഒക്കെ, നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാലും നമ്മൾ ഭർത്താവിനും കുട്ടികൾക്കും എല്ലാം ചായ കൊടുത്തിട്ടാണ് നമ്മുടെ ചായ എടുക്കുക അല്ലെ. അതിന് തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിയാലും നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോനുണ്ടെങ്കിൽ അവരെന്താ മനസ്സിലാകാന്നറിയോ? ഞാൻ എത്ര ജോലി എടുത്താലും ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞുള്ള ഒരു കെയറെ ഞാൻ എന്ന പേഴ്സൺ അർഹിക്കുന്നുള്ളൂ എന്നൊരു അൺസെറ്റ്, നമ്മൾ പറയാത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിലുണ്ട്.
ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മോന് നാളെ ഒരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ അവൻ ചിലപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യും. നിങ്ങളുടെ മോള് നാളെ നിങ്ങളെക്കാൾ നല്ലൊരു പൊസിഷനിൽ എത്തുമ്പോൾ അവളും ചിലപ്പോൾ ഇത് ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരരുത്. എന്നെ ഞാനായിട്ടും എന്റെ പാർട്ട്ണറെ എന്റെ പാർട്ട്ണറായിട്ട് നിങ്ങൾ കാണണം. നമ്മൾ 4 ആളാണ് വീട്ടിലുള്ളതെങ്കിൽ 4 ആൾക്കാരും 4 ഇൻഡിവിജ്വൽസ് ആണ്. 4 ആൾക്കാർക്കും ഒരേ റെസ്പെക്ട് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെയാണ് കരുതേണ്ടത്. How to help a child overcome peer pressure? പിയർ പ്രഷർ അഡോളസൻസിൽ പ്രത്യേകിച്ചും കുട്ടികൾ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അവർക്ക് സെൽഫ് അവെയർ, അതുകൊണ്ടാണ് ഞാൻ സെൽഫ് അവെയർനെസിന്റെ ഭാഗം കുറച്ചുകൂടി സമയമെടുത്ത് പറഞ്ഞതും. ഈ സെൽഫ് അവെയർനെസ് അവർക്ക് നന്നായി ഒരു കൗമാര കാലത്തിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് എന്ത് കഴിവാണുള്ളത്, എനിക്ക് എന്ത് പോസിറ്റീവ്സ് ആണുള്ളത്, എനിക്ക് എന്ത് നെഗറ്റീവ്സ് ആണുള്ളത്, അത് മനസ്സിലാക്കി തന്നെ കുട്ടികൾ വളർന്നു വരേണ്ടതുണ്ട്. ഈ പലപ്പോഴും ഈ ഫിസിക്കലായിട്ടുള്ള ബുള്ളിങ്ങിനേക്കാൾ ഇമോഷണൽ ആയിട്ടുള്ള ബുള്ളിങ് കുട്ടികൾ നേരിടുന്നുണ്ട്. ഇപ്പൊ എറണാകുളത്തുള്ള പല ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും, ഒരു ബുള്ളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂയിസൈഡ് വലിയ വാർത്തയായത് നമ്മുടെ പട്ടണത്തിലാണ്, ഇവിടെയാണ്. വലിയ ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിലാണ് അത് ഉണ്ടായത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് തന്നെ നമ്മളെ പറ്റിയുള്ള ഒരു അഭിപ്രായം, എന്നെ എനിക്ക് നന്നായി അറിയാമെങ്കിൽ പിയേഴ്സിന് എന്റെ മേലൊരു പ്രഷർ എക്സേർട്ട് ചെയ്യാന്നുള്ള അത്ര എളുപ്പമല്ല. ഇനി അങ്ങനെ എനിക്ക് ഉണ്ടായാലും എന്റെ പേരൻസുമായി എനിക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അവിടെ പറയാവുന്നതാണ്, പരിഹാരങ്ങൾ അവിടുന്ന് നേടിപ്പോകാവുന്നതാണ്. നോക്കൂ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ, അത് നിലനിർത്താൻ, അത് ആരോഗ്യകരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. ഒരു പിയർ ബുള്ളിങ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മറ്റൊരു പ്രശ്നത്തിൽപ്പെട്ടു, നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചോളൂ, അവിടെ മാറിക്കോളൂ, സ്കൂള് മാറിക്കോളൂ. അതൊരു നല്ല കാര്യമല്ല. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവരെ അതിന് തന്നെ ഇക്വിപ്ഡ് ആക്കണം. നിന്റെ നിറമോ, നിന്റെ പൊക്കമോ, നിന്റെ വണ്ണമോ, അല്ലെങ്കിൽ നിന്റെ അതൊന്നും അല്ല നീ ആക്കുന്നത്. യു ആർ എ പേഴ്സൺ ബിയോണ്ട് ഓൾ ദാറ്റ് എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് കൊടുത്ത് തന്നെ കുട്ടികളെ വളർത്തണം. അവരുടെ കൺസെപ്റ്റ്സ് ഇപ്പോഴത്തെ കുട്ടികൾ അത്തരം കാര്യങ്ങളിൽ വളരെ ഫോർവേഡാണ്. എങ്കിൽ പോലും ഈ പുറമേ കാണുന്ന അതിനപ്പുറം ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാവർക്കും ഉണ്ടെന്നും അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കാനെന്നും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നന്നായി തമാശ പറയാൻ അറിയുന്ന ഒരാൾ ഒരുപക്ഷെ നല്ല വെളുത്തിരിക്കുന്ന ഒരാളെക്കാൾ വളരെ ഭേദമായിരിക്കും, വളരെ നല്ലൊരു സുഹൃത്തായിരിക്കും എന്നൊക്കെ കുട്ടികൾക്ക് തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പിയറൻസിൽ വലിയ കാര്യമില്ല, അതിന്റെ പേരിലുള്ള ബുള്ളിങ് ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണെന്നൊക്കെ ഈ സെൽഫ് അവെയർനെസ്സും അതുപോലെ സമൂഹത്തെ പറ്റിയുള്ള അവരുടെ കൺസെപ്റ്റ്സ് രൂപപ്പെടുത്തുന്നതിലൊക്കെ നമുക്ക് വലിയ റോൾ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സൗഹൃദങ്ങൾ തന്നെ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ ഫ്രണ്ട് ആയിരിക്കുന്നത്? ബിക്കോസ് ഷീ സ്പീക്സ് റിയലി വെൽ, അല്ലെങ്കിൽ ഷീ ഹെൽപ്സ് മീ വെൻ ഐ ആം ഡൗൺ. അങ്ങനെ അതൊക്കെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ലോങ് ടേം ഫ്രണ്ട്ഷിപ്പിന്റെ ഫാക്ടേഴ്സ് എന്നുള്ളത് പല സമയത്തും കുട്ടികളോട് പറയുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാവുന്നതാണ്. മാം, ചാറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്, ചൈൽഡ് ഗെറ്റിംഗ് ആംഗ്രി, ഷട്ട് ഹർ റൂംസ് ഡോർ ലൗഡ്ലി, ഹൗ ടു ഡീൽ? ഈ ആങ്കർ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അത് കുറച്ച് സമയമെടുത്ത് പറയേണ്ടതാണെന്നാലും ഞാൻ പറ്റുന്നത്ര ചുരുക്കി പറയാം. അത് നമുക്കും ഈ ആങ്കർ മാനേജ്മെന്റിന്റെ ഒരു കുട്ടികൾ ഇത്തരം പെരുമാറ്റങ്ങളിൽ പോകുമ്പോൾ അതിനെന്തെങ്കിലും മോഡലിംഗ് വീട്ടിലുണ്ടോ എന്നുള്ളത് നോക്കണം. ഏതെങ്കിലും പേരന്റിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരന്റിന്റെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ അതൊരു കുട്ടിക്ക് ഒരു മോഡലായി മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ആങ്കർ മാനേജ്മെന്റ് കുറിച്ച് നന്നായി പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്, ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ എന്താണ്. ഇപ്പൊ ദേഷ്യം വന്നാൽ ചുരുക്കത്തിൽ നമ്മൾ പറയാം, ആ സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്റ്റൻഡ് ചെയ്യണം, അതിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം, നിങ്ങൾ റിലാക്സ് ചെയ്യണം, കാം ഡൗൺ ചെയ്യണം. ഇപ്പൊ നോക്കൂ, നല്ല ദേഷ്യം വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് ഒരു ഡീപ് ബ്രീതിങ് ഇത് പോലും ഒരു 10 പ്രാവശ്യം ചെയ്താൽ കുറച്ചു നേരത്തേക്ക് നമുക്ക് കാം ഡൗൺ ചെയ്യാൻ പറ്റും. ഇത്തരം ടെക്നിക്കുകളൊക്കെ കുട്ടിയെ പഠിപ്പിക്കണം. നോക്കൂ, ഒരു മുറിക്കകത്ത് കയറി വാതിൽ വലിച്ചടയ്ക്കുന്നത്, നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത്, സ്വന്തം മുറിവേൽപ്പിക്കുന്നത്. ഇപ്പൊ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ ഒക്കെ ദേഷ്യം വരുമ്പോൾ ചില കുട്ടികൾ ചെയ്യാറുണ്ട്, സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈസ് ഓൾവേസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ വേണ്ടത്ര രീതിയിൽ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുള്ളതിന്റെ ഒരു സഹായത്തിനുള്ള ഒരു നിലവിളിയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് എടുക്കാൻ മടിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ ആങ്കർ മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ കൊച്ചിനെ ഒന്ന് പഠിപ്പിക്കണം. ചെറിയ റിലാക്സേഷൻ ടെക്നിക് ഒക്കെ പഠിപ്പിക്കണം. ദേഷ്യം വരുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കേണ്ടത്, എങ്ങനെയാണ് റെസ്പോൺസ് ഡിലേ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുഞ്ഞു ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഇനി അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വിഷാദമോ അല്ലെങ്കിൽ അവൾക്ക് വേറെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി അറിയണം. എക്സ്പെർട്ട് ഹെൽപ്പ് വേണമെങ്കിൽ ഒട്ടും മടിയില്ലാതെ എടുക്കണം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്. നിങ്ങളുടെ കൊച്ചിന് വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ ഒരു എക്സ്പെർട്ടിനെ കാണിക്കുന്ന പോലെ അത്ര ലളിതമായി തന്നെയാണ് ഞങ്ങൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കാണാൻ വരേണ്ടത്.
മാം ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗാഡ്ജറ്റ് അഡിക്ഷൻ കുറയ്ക്കാൻ എന്താണെന്നൊരു ക്വറി കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഇപ്പൊ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും അടുത്തുനിന്ന് ഇഷ്ടംപോലെ വരുന്ന ഒരു കാര്യമാണ്. സ്ക്രീൻ ടൈം റെഗുലേറ്റ് ചെയ്യണം. നിങ്ങൾ കൃത്യമായ റൂൾസ് വെക്കണം. ഇത്ര സമയമാണ് നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ശരിക്കും ഇപ്പോ ഐഡിയലി നമ്മൾ പറയാ ചെറിയ കുട്ടി ഒരു അരമണിക്കൂറാണ് എന്ന് പറഞ്ഞ് ദിവസം 6 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്ന ആളെ നിങ്ങൾ ഒറ്റയടിക്ക് അരമണിക്കൂറിൽ എത്തിച്ചാൽ ഇറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ കൊച്ചു ഉപയോഗിക്കുന്നതിനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കണം. ആ സമയത്ത് കുട്ടികൾ പലപ്പോഴും അവർ ബോറടിക്കുന്നതുകൊണ്ടുകൂടിയാണ് അവർ ഇതിൽ പോകുന്നത്. അവർക്ക് വേറൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയും കൂടെ ഉണ്ട്. വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന്റെ വീടുകളിൽ പെട്ടെന്ന്, എനിക്കും ഉണ്ട് 2 കുട്ടികൾ, പലപ്പോഴും ഉള്ളൊരു പ്രശ്നം ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടാവില്ല ആ സമയത്ത്. കുട്ടികളെ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കണം. നമുക്ക് ഇഷ്ടമുള്ള കൊണ്ടുവിടാൻ എളുപ്പത്തിലുള്ള ഒരു വെക്കേഷൻ ക്യാമ്പിലല്ല, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ. ഇപ്പോൾ സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആർട്സ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലാക്കണം. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വല്ല ചെസ്സോ ക്രോഷയോ ഒക്കെ പഠിപ്പിക്കാവുന്നതാണ്. കുറച്ച് അറ്റൻഷൻ സ്പാനും കൂടും, കുറച്ച് നേരം ഇരുന്നും കിട്ടും. പിന്നെ വായന, നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലോട്ട് ഇവരുടെ ഈ ഗാഡ്ജറ്റിലുള്ള താല്പര്യത്തിനെ മറ്റെന്തെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാവുന്നതാണ്. അതിനൊക്കെയാണ് പറഞ്ഞത്. കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ സീരീസിലുള്ള ആ ടൈപ്പുള്ള ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം വേണേൽ കുറച്ച് നേരം നിങ്ങളും കൂടെ കൂടിയിരുന്ന് വായിക്കുന്ന ഒരു രീതി. ഇതുവരെ വായിക്കാത്ത ആൾക്കാർക്ക് ആദ്യം നിങ്ങൾ ബുക്ക് കൊടുത്തിട്ട് പോയാൽ നിങ്ങൾ വരുന്ന സമയം അവർ വായിക്കൊന്നുമില്ല. അതേസമയം ഒരുമിച്ചൊന്ന് വായിച്ചു തുടങ്ങി പിന്നീട് വായനയെ പറ്റി സംസാരിച്ച് അങ്ങനെയൊക്കെ കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് വായനയിൽ കൊണ്ടുവരാവുന്നതാണ്. കളിക്കാൻ വേണമെങ്കിൽ കുറച്ച് നേരം പുറത്തൊക്കെ ആ സമയം, അതായത് ഗാഡ്ജറ്റിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന സമയം കൊച്ചു ഷുഡ് ബി എൻഗേജ്ഡ് എന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ്. പിന്നെ ഇതൊന്നും പറ്റാതെ ഒരു അഡിക്ഷന്റെ ലെവലിൽ എത്തുന്ന ചില കുട്ടികളെ ഞങ്ങൾ കാണാറുണ്ട്. അവർക്ക് ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് തന്നെ വേണം. How to teach the importance of hard work? ആക്ച്വലി സെൽഫ് മോട്ടിവേഷൻ സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ നിങ്ങളുടെ ഈ നമ്മളുടെ ഈ ലോങ് ഉപദേശങ്ങളൊന്നും കുട്ടികൾക്ക് സത്യത്തിൽ ഇപ്പോൾ തീരെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ റീൽസ് ഒക്കെ കാണുന്ന കുട്ടികളായതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ സ്പാൻ തീരെ ചെറുതാ. നമുക്ക് ശരിക്കും വലിയ പുരാണങ്ങളും ബൈബിളും ഒക്കെ ഉദ്ധരിച്ച് നീണ്ട പ്രഭാഷണങ്ങൾ നടത്താനൊക്കെ തോന്നും. പക്ഷെ ഇറ്റ് വോണ്ട് വർക്ക്. അവരത് അത്രയും അവരുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യം അവർ തന്നെ ഫോളോ ചെയ്യുന്ന ചില സെലിബ്രിറ്റീസിനെ കാണിച്ചിട്ടൊക്കെ പറയാം. നോക്കൂ, ഇയാള് ഇന്ന സ്ഥലത്ത് നിന്ന് നോക്കി ഇവിടം വരെ എത്തിയത്. അയാളുടെ ലൈഫിലെ ഒരു ഹാർഡ് വർക്കിംഗ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡൽ ചെയ്യാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ ലൈഫിലെ തന്നെ നമ്മളതൊരു ഉപദേശ സീരീസ് ആകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് അമ്മ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, അമ്മ ആദ്യം ഹോസ്റ്റലിൽ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെ ചെറിയ സെന്റൻസുകളിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യാം. നന്നായി നല്ല റിസർച്ച് ചെയ്ത് കൊച്ചൊരു കാര്യം പ്രസന്റ് ചെയ്തു, അതിനെ നന്നായി റീഇൻഫോഴ്സ് ചെയ്യാം. നിങ്ങൾ അതിനെന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കൊടുക്കാം, അത് 4 ആളുടെ അടുത്ത് പറയാം. അങ്ങനെയൊക്കെ അതെന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നുള്ള മട്ടില്ല. അതായത് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എന്റെ ഫാമിലിയിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൊച്ചിനൊരു ഫീൽ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ക്വറീസ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഷിൻസി വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. യാ, ആക്ച്വലി നമ്മള് പേരൻസ് നമ്മളെല്ലാവരും പാരന്റ്സ് ആവാൻ തയ്യാറെടുക്കുമ്പോ തന്നെ കുറെ ബുക്സ് എല്ലാം വാങ്ങി വായിക്കും. പാരന്റിങ്ങിന്റെ ഗൈഡ്സ്, ഈ ആകാശത്തിന് കീഴിലുള്ള ഏതൊരു വിഷയത്തെ കുറിച്ചും നമുക്ക് ഡോക്ടേഴ്സിന് ഒരു പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പാരന്റിങ് നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും ആങ്ഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു